ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു റസൽ ലേണിംഗ്. ഇറ്റ്സ് മീ അബ്ദുൽ അഹദ് മഷ്കൂർ. മക്കളടാ, ഇത് നമ്മളെ SS-ന്റെ NMMS-ന്റെ PYQ സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടുകൾ എല്ലാവരും കണ്ട് സെറ്റായിരിക്കല്ലേ? ദെൻ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ നീട്ടിപ്പരുത്ത് വലിച്ച് പറയാതെ നേരെ വീഡിയോക്ക് കിടക്കാം. അതല്ല അതിൻ്റെ ഒരു ശരി ആണല്ലോ. ഫസ്റ്റ് വീഡിയോ കണ്ടോര് സെക്കൻഡ് വീഡിയോ കാണാം, ഫസ്റ്റ് വീഡിയോ കാണാത്തവര് ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യാം, സെക്കൻഡ് വീഡിയോ കാണാം. എന്നാലേ കുറച്ചെങ്കിലും ഒരു ധാരണ കിട്ടുള്ളൂ. കാരണം കുറേ കോഡുകൾ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ദെൻ നമുക്ക് തുടങ്ങാം. ചുവടെ തന്നിട്ടുള്ളവയെ കാലഗണനാ ക്രമത്തിലാക്കുക. മുമ്പേ പറഞ്ഞ ചോദ്യത്തിന്റെ റിപ്പീറ്റ് ആണിത്. നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ റിപ്പീറ്റാ. ദെൻ ഒന്നാമത്തതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാ? നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യ ഒരു വാലിട്ടു, പിന്നെ ചെറിയൊരു ഉണ്ട ഒരു വാല്, പിന്നെ അടുത്ത വാല്, പിന്നെ ഒരു ഉണ്ട ഒരു വാല്. അപ്പൊ എത്രയായി? 1919. എന്ത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ദെൻ അടുത്തതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് വെച്ചാൽ അത് നടക്കുന്നതടാ. ഇത് പഠിക്കാൻ തുണി മില്ലല്ലേ, മിൽ എന്ന് എഴുതുമ്പോ മിൽ എന്നെഴുതി ഈ മില്ലിന്റെ ഈ മാ കഴിഞ്ഞിട്ടൊരു വള്ളി ഉണ്ടല്ലോ, ആ വള്ളിന്റെ മേലെ കട്ട് ചെയ്ത് കൊടുത്താൽ സാധനം കിട്ടി. ഇവിടെ ആരുണ്ട്? ഒരു ഒന്നുണ്ട്. പിന്നെ ഈ ഇല്ലിന്റെ ഈ സാധനല്ലേ, ഈ സാധനം നമുക്ക് 8 ഉപയോഗിച്ചൂടെ? 8 തിരിച്ചു എഴുതിയാലല്ലേ ഇല്ല് വരിക ആണല്ലോ. തൽക്കാലം അങ്ങനെയൊക്കെ അങ്ങനെ ആക്കുക, അത്രേ ഉള്ളൂ, പഠിക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പോ ഇവിടെ 1 കിട്ടി. ഈ 8 മില്ല് ഇല്ലിന്റെ സാധനം തിരിച്ചു എഴുതിയാൽ എന്തായി? 8ആയി. സോ 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. ഓക്കെ ആണ്, സെറ്റാണ്. അടുത്തതാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. അതിന് ഒന്നാം വട്ടമേശ സമ്മേളനം എന്നാ നിങ്ങൾക്ക് അറിയോ? ഇല്ലല്ലോ. എന്നിട്ടല്ലേ രണ്ടാം വട്ടമേശ സമ്മേളനം ചോദിക്കുന്നത്. എടാ, സെക്കൻഡ് റൗണ്ട് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1931. 1930, 31, 32 ഒന്നാം വട്ടമേശ, രണ്ടാം വട്ടമേശ, മൂന്നാം വട്ടമേശ. 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് എത്രയില്ല? പറഞ്ഞൂട്, മനസ്സിലായിക്കൂട്. 1930 ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത്. 1930. 1931 സെക്കൻഡ്, 1932 തേർഡ്. ഇത് നമുക്ക് തിരിയും. 1929 ആണോ അതോ 30 ആണോ ഒന്നാം വട്ടമേശ എന്നുള്ളത് മാറാതിരിക്കാൻ. ഒന്നാം വട്ടമേശ ആണല്ലോ. അപ്പൊ വട്ടമേശ തുടങ്ങുന്നത് വട്ടം കൊണ്ടുള്ള നമ്പറിലുള്ള ഇയറിലാണ്. അതായത് ഈ 30ന്റെ ലാസ്റ്റ് ഒരു വട്ടമാണല്ലോ. അപ്പൊ ഒന്നാം വട്ടമേശ നടക്കുന്നത് 1930. ഓക്കെ ആണ്, സെറ്റ് ആണ്, പവർ ആണ് അല്ലേ? ഓക്കെ ആണ്. ദെൻ അടുത്തതാണ് നിസ്സഹകരണ സമരം, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് എത്രയില്ല? 1920 ബാക്കിയുള്ളതെന്ന് അറിഞ്ഞൂടാ എന്നാണെന്നുണ്ടെങ്കിൽ 1920 മക്കളെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പഠിക്കാൻ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് അല്ലേ. നോ എന്ന് എഴുതുമ്പോൾ തന്നെ ഈ എന്നിൽ നിന്ന് കിട്ടും? 2 എന്ന് കിട്ടും. പിന്നെ ആ 0 ആണ്ട് ഇറക്കി എഴുതിയാൽ 1920 ആയല്ലോ. ഈ എന്നിൽ നിന്ന് കിട്ടും? 2 എന്ന് കിട്ടും. പിന്നെ ആ 0 ഓ എന്ത് ചെയ്യാം, ഇറക്കി എഴുതാ. അപ്പോൾ 20 ആയി. 1920. എന്ത്? 1920 എന്താടാ? നിസ്സഹകരണ സമരം. ഇനി നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് കാലഗണന ക്രമത്തിലാക്കുക. 1919 ആണോ, 18 ആണോ, 30 ആണോ, 20 ആണോ ആദ്യം വരേണ്ടത്? 1918 ആണ്. 18 എന്താ? തുണിമിൽ സമരം, തുണിമിൽ സ്ട്രൈക്ക് അല്ല, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. അപ്പോൾ ബി ഫസ്റ്റ് വരണം. ബി ഫസ്റ്റ് വരുന്നത് 1, 3, 4 ഉണ്ട്. പിന്നെ രണ്ടാമത് ആരാ വരുന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല വരുന്നത് ഓപ്ഷൻ എയിലാണ്. ബി എ. BADC. ഡി എന്ന് പറയുമ്പോൾ നിസ്സഹകരണ സമരം 1920. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. 1919 ജാലിയൻ വാലാബാഗ്. 1920 നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. 1931 രണ്ടാം വട്ടമേശ സമ്മേളനം. ഓക്കെ ആണ്. അപ്പോ BADC ഓപ്ഷൻ ഡി ഈസ് ആൻസർ. ഓക്കെ, സെറ്റ് ആണല്ലോ, മനസ്സിലായില്ലേ? വല്ലതും തലയിൽ കയറിയോ? കയറിയെന്നാണ് വിചാരിക്കുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്തതാണ് മക്കളെ, ചുവടെ തന്നിട്ടുള്ളവയിൽ യോജിക്കാത്തതേത്? യോജിക്കണോരെ അറിഞ്ഞു കഴിഞ്ഞാൽ യോജിക്കാത്ത കിട്ടുമല്ലോ. അതിന് യോജിക്കണോരെ നിങ്ങൾക്ക് അറിയോ?
നോക്കി നോക്കി. അതിൽ ബ്രഹ്മസമാജമുണ്ട്. രാജാറാം മോഹൻ റോയ് ആണോ? ആണ് അല്ലേ? ആണ്. ബ്രഹ്മസമാജം എന്ന് പറഞ്ഞാലടാ രാജാറാം മോഹൻ റോയ്. ജസ്റ്റ് പഠിക്കാനേ രാജാവിന്റെ ബ്രഹ്മം എന്ന് പഠിച്ചു വെക്കുക. രാജാവിന്റെ ബ്രഹ്മം, ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ്. അതെന്താ സ്ഥാനം രാജാവിന്റെ ബ്രഹ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ, നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് എനിക്ക് അറിഞ്ഞൂടെ സ്ഥാനം എന്താണ്. അപ്പൊ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, രാജാവിന്റെ ബ്രഹ്മം. ഓക്കെ ആണ്. ദെൻ അടുത്തത് രാമകൃഷ്ണ മിഷൻ, രാമകൃഷ്ണ പരമഹംസൻ. ശരിയാണോ? ശരിയല്ലേ? ശരിയല്ലേ? രാമകൃഷ്ണ പരമഹംസനാണോ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? പേര് നല്ല ചേർച്ചയുണ്ട്, അപ്പൊ അങ്ങനെ ആവണ്ടല്ലേ? അപ്പൊ എന്നാ പിന്നെ ശരി, അവന് ശരി. മണ്ടടിക്കാണ്ട് കിട്ടും, അത്രേ പറയാനുള്ളൂ. എടാ, രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് രാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനായിരുന്ന സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. അത് പഠിച്ചു വെക്കാൻ. രാമനും കൃഷ്ണനൊക്കെ ഭയങ്കര വിവേകമുള്ള ആൾക്കാരായിരുന്നല്ലോ. രാമനും കൃഷ്ണനൊക്കെ, രാമൻ ആൻഡ് കൃഷ്ണൻ ഭയങ്കര വിവേകമുള്ള ആൾക്കാരായിരുന്നു, നിങ്ങളെ പോലുള്ളവരല്ല. ഓക്കെ. അപ്പോ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. രാമനും കൃഷ്ണനൊക്കെ ഭയങ്കര വിവേകമുള്ള ആൾക്കാരായിരുന്നു. ഓക്കെ ആണ്, സെറ്റാണ്. ദെൻ അടുത്തതാണ് ആര്യ സമാജം ദയാനന്ദ സരസ്വതി. ആര്യ സമാജം ദയാനന്ദ സരസ്വതി എന്ന് പറയുമ്പോ അത് ശരിയാണോ? ശരിയാണല്ലോ, ആണ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. ഞാൻ പഠിച്ചത് എൻ്റെ കൂടെ ആര്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പഠിച്ചിരുന്നു. ഭയങ്കര ദയുള്ള കുട്ടിയാണ്. എന്ത് ചെയ്താലും ഈ ഗാന്ധിജിന്റെ വരെ ഒന്നാണ്ട് കൊടുത്ത എന്തിനാടാ സാറില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു എപ്പോഴും ദയാനിധി ആയിട്ടുള്ള ഒരാളായിരുന്നു. ആര്? ആര്യ. ആര്യ എന്ന് പേരുള്ള പെൺകുട്ടിക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഈ ആര്യമാരൊക്കെ എന്തായിരിക്കും? ഭയങ്കര ദയുള്ള കുട്ടികളായിരിക്കും, ഭയങ്കര ദയുള്ള സ്ത്രീകളായിരിക്കും. സോ ആര്യ സമാജം ദയാനന്ദ സരസ്വതി. ഇനി മാർക്കോ? ഇല്ലല്ലോ. ദെൻ അടുത്തതാണ് സത്യശോധക് സമാജം ജ്യോതിബാ ഫുലെ. സത്യശോധക് സമാജ് ജ്യോതിബാ ഫുലെ. ജസ്റ്റ് പഠിക്കാനേ. സത്യശോധക് സമാജ് ജ്യോതിബാ ഫുലെ. ജ്യോതി എന്ന് പറഞ്ഞാൽ എന്താ? ജ്യോതി എന്ന് പറഞ്ഞാല് എന്താ? ജ്യോതിയാണ്. ജ്യോതി എന്ന് പറഞ്ഞാൽ ജ്യോതിയാണ്. എടാ, ജ്യോതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ജ്യോതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം എന്നാണ്. അറിയാത്തവർ ഇപ്പോഴെങ്കിലും പഠിക്കുക. ജ്യോതി എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. അപ്പോ സത്യം പ്രകാശമാണല്ലോ. സത്യം പ്രകാശമാണ് അല്ലേ? ആണ്. അപ്പൊ സത്യം പ്രകാശമായതുകൊണ്ട് സത്യശോധക് സമാജം ജ്യോതി ബാ ഫുലെ. ഇനി മറക്കോ? ഇല്ലല്ലോ. നമ്മൾ ഈ ചോദ്യം നോക്കുമ്പോ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? രാമകൃഷ്ണ മിഷൻ, രാമകൃഷ്ണ പരമഹംസൻ എന്നതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. രാമകൃഷ്ണ മിഷൻ ആരാണ്? അപ്പോ സ്വാമി വിവേകാനന്ദനാണ്. ഇനി മറക്കോ? ഇല്ലല്ലോ. സെറ്റാണ്, പവറാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിൽ പോയേക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? അടുത്ത ചോദ്യത്തിൽ പോയപ്പോൾ കാണാൻ പറ്റുന്നത് അടുത്ത ചോദ്യമാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ. ഓ ചളിയല്ലേ. അപ്പോ ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായ പ്രതികരണം താഴെ തന്നിട്ടുള്ളതിൽ നിന്ന് കണ്ടെത്തുക. 1. ഫത്തേപൂർ സിക്രി വാസ് ഫൗണ്ടഡ് ബൈ അക്ബർ. അക്ബർ ആണോ ഫത്തേപൂർ സിക്രി ഉണ്ടാക്കിയിട്ടുള്ളത്? എന്നാ അക്ബർ ആണ്. അപ്പോ ഫത്തേപൂർ സിക്രി സ്ഥാപിച്ചത് അക്ബർ ആണ്. അത് ശരിയാണ്. ദെൻ മുഗൾ സാമ്രാജ്യത്തിൽ മൻസബ്ദാരി സിസ്റ്റം കൊണ്ടുവന്നത് അക്ബർ ആണ്. അക്ബർ ആണോ? അക്ബർ ആണ്. അതും എന്താണ്? മുഗൾ സാമ്രാജ്യത്തിലെ മൻസബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്നതും അക്ബറാണ്. അതായത് 2 പ്രസ്താവനകളും ശരിയാണ്. പക്ഷെ അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഫത്തേപൂർ സിക്രിയും മൻസബ്ദാരി സമ്പ്രദായം എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് കാര്യമില്ല. ഒരു തമ്മിലൊരു ബന്ധവുമില്ല, അങ്ങ് കിട്ടൂല. അപ്പോ 2 പ്രസ്താവനകളും ശരിയാണ്. എന്നാൽ പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ ശരിയായ വിശദീകരണമല്ല. ഓപ്ഷൻ ഡി. ഓക്കെ, കിട്ടിയില്ലേ? സെറ്റാണ്, കിട്ടിയല്ലോ. ദെൻ മക്കളെടാ, നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. വാർധ വിദ്യാഭ്യാസ പദ്ധതി നിർദ്ദേശിച്ചതാര്? ദി വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ വാസ് സജസ്റ്റഡ് ബൈ ആര്? ആരാ? വാർധ വിദ്യാഭ്യാസ പദ്ധതി നിർദ്ദേശിച്ചത് വേറെ ആരുമല്ല, മഹാത്മാഗാന്ധിയാണ്. അപ്പോ ഗാന്ധിയുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരായിരുന്നു വാർധ വിദ്യാഭ്യാസ പദ്ധതി. ഓക്കെ, അതൊന്നും പഠിച്ചു വെക്കാൻ കൂടുതലൊന്നും ആവശ്യമില്ല. ഇനിയിപ്പോ ഒട്ടും പഠിക്കാൻ പറ്റാത്തവന് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഗാന്ധിജി വാർദ്ധക്യം ഉള്ള സമയത്താണ് മരിച്ചുപോയത്. സോ വാർധ വിദ്യാഭ്യാസ പദ്ധതി വാർദ്ധക്യമുള്ള സമയത്ത് മരിച്ചുപോയ മനുഷ്യന്റെ പേരാണ് മഹാത്മാഗാന്ധി. ഓക്കെ, ദെൻ അത് കിട്ടിയില്ലേ?
കിട്ടിയെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബീഹാറിലെ ആരയിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ആ മഹാമനീഷന്റെ പേരെന്താണ് മക്കളെ? ഇത് റിപ്പീറ്റ്. ഈ സാധനം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, സെറ്റായിട്ട് പറഞ്ഞതാണ്. ഓക്കെ ആണ്, സെറ്റ് അല്ലേ? എന്താണ് ബീഹാറിലെ ആരയിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മനുഷ്യന്റെ പേര്? കണ്ണ് കാണാത്ത ആൾക്കാര് ആരാന്ന് ചോദിക്കുമല്ലോ. അപ്പോ അതൊക്കെ അവിടെ പറഞ്ഞതാണല്ലോ. ആണ്. അപ്പോ ആരയിൽ നേതൃത്വം കൊടുത്ത ആളെ പേരാണ് എന്തടാ? കൻവർ സിംഗ്. കണ്ണില്ലാത്ത ആൾക്കാര് ആരാ എന്ന് ചോദിക്കും. ഓക്കെ, കിട്ടില്ലേ? അപ്പോ ആരെയും നേതൃത്വം കൊടുത്തത്? കൻവർ സിംഗ്. ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. കാരണം PYQല് പല വർഷങ്ങളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഒരു വർഷം ആരെയാണെങ്കിൽ പിറ്റത്തെ വർഷം ഡൽഹി ആയിരിക്കും. പിറ്റത്തെ വർഷം ഡൽഹി ആണെങ്കിൽ അതിന്റെ പിറ്റത്തെ വർഷം കാൺപൂർ ആയിരിക്കും. അതിന്റെ പിറ്റത്തെ വർഷം കാൺപൂർ ആണെങ്കിൽ ഇപ്പുറത്തെ ചോദിക്കല് ലക്നൗ ആയിരിക്കും. അപ്പോൾ ഈ ചോദ്യം മാറി മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, പഠിച്ചിട്ടേ പോകാവൂ. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. ഭൂഗോളത്തെ 2 തുല്യ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശീയ വൃത്തം. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി തിരിക്കുന്ന വരയുടെ പേരെന്ത്? ഇതും റിപ്പീറ്റ് ആണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണല്ലോ. എന്താണ്? ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന വരയുടെ പേര് അക്ഷാംശ രേഖ ആണ് ചോദിക്കുന്നത്. അക്ഷാംശം എന്ന് പറഞ്ഞാൽ അക്ഷം ഇങ്ങനെ വരുന്ന സാധനം ഒക്കെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്. അപ്പൊ ഈ നടുവ് കൂടെ പോണ വരന്റെ പേരാണ് നടുവര ആണോ? ഈ നടുവരന്റെ പേരാണ് മക്കളെ ഭൂമധ്യരേഖ. കൊല്ലംകാര് ഭൂമധ്യരേഖ എന്ന് പറയും. അപ്പോ ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ. ഈ നടുവ് കൂടെ പോണ വരനെ പേരാണ് ഇക്വേറ്റർ അഥവാ എന്താ? ഭൂമധ്യരേഖ. ഈസ് റൈറ്റ്. ഇത് 0 ഡിഗ്രിയാണ്. അതാണ് ഇവിടെ. അടുത്തതാണ് ലിത്തോസ്ഫിയറിന് തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന അർദ്ധദ്രാവകാവസ്ഥയിലുള്ള പാളി. ദി ലെയർ ഇൻ എ പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ് സീൻ ജസ്റ്റ് ബിനീത്ത് ദ ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിന് തൊട്ടു താഴെ കാണപ്പെടുന്ന ഭാഗം. ഇതും മുൻ ചോദ്യമാണല്ലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ് എന്താണ് ലിത്തോസ്ഫിയർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഈ ചോദ്യം ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയുള്ള ഭാഗത്തിന് പറയുന്ന പേര് എന്താ? ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെ കാണപ്പെടുന്ന പറഞ്ഞ പേരാണ് അസ്തനോസ്ഫിയർ. ലിത്തോസ്ഫിയർ മേലെ, അസ്തനോസ്ഫിയർ താഴെ. അർദ്ധദ്രാവകാവസ്ഥയിലാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, സെറ്റാണ്. ദെൻ ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാ വർഷവും 1 മാർക്കിനെ ചോദിക്കുന്ന ചോദ്യമാണിത്. ഒന്നെങ്കിൽ ലിത്തോസ്ഫിയറിനെ കുറിച്ച് ചോദിക്കും, അല്ലെങ്കിൽ അസ്തനോസ്ഫിയറിനെ കുറിച്ച് ചോദിക്കും, അല്ലെങ്കിൽ നിഫയെ കുറിച്ച് ചോദിക്കും, അല്ലെങ്കിൽ സിയാലിനെ കുറിച്ച് ചോദിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സിമനെ കുറിച്ച് ചോദിക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ ഏതിനെ കുറിച്ച് ചോദിക്കാം? പിന്നെ ഭൂമിന്റെ താഴത്തേക്കുള്ള ഭാഗത്തിനെ കുറിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ ഭൂമിന്റെ മേലേക്കുള്ള ഭാഗത്തിനെ കുറിച്ചോ. ഭൂമിന്റെ മേലെ എന്ന് പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ആ ഒരു സാധനം ഉണ്ടല്ലോ. ഒന്നെങ്കിൽ അതിനെ കുറിച്ച് ചോദിക്കും, അല്ലെങ്കിൽ ഭൂമിന്റെ അടിയിലുള്ള സാധനത്തെ കുറിച്ച് ചോദിക്കും. 100% എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഒന്നെങ്കിൽ ഭൂമിന്റെ അടിയിലുള്ള ഇത്തരത്തിലുള്ള സാധനത്തെ കുറിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ ഭൂമിന്റെ മേലേക്കുള്ള അന്തരീക്ഷത്തിലെ ഈ ഭാഗത്തിനെ കുറിച്ചോ ഉറപ്പായി നിങ്ങൾ NMS ഒരു ചോദ്യം കാണാൻ പറ്റും. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഭാഗം വൃത്തി കണ്ടുപഠിക്കാം. ഈ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് മിനിമം കിട്ടും എന്നുള്ളത് ഞാൻ തന്നെ ഉറപ്പായിട്ട് കിട്ടും. പഠിച്ചാൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെയിരിക്കുന്നുണ്ട്. ദെൻ അടുത്തതാണ് ധരാതലീയ ഭൂപടങ്ങളിൽ. ഇത് റിപ്പീറ്റ് അല്ലടാ. ധരാതലീയ ഭൂപടങ്ങളിൽ ഏത് നിറം ഉപയോഗിച്ചാണ് മക്കളെ പാർപ്പിടങ്ങളെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തുന്നത്? പാർപ്പിടങ്ങൾ നമ്മൾ പഠിച്ചു. ചുവന്ന വീട്, ചുവന്ന റോഡ്, ചുവന്ന വീട്, ചുവന്ന റോഡ്, ചുവന്ന വീട്, ചുവന്ന റോഡ്. ചുവപ്പ് വീടാണ്, ചുവപ്പ് റോഡാണ്. ഓക്കെ, അപ്പോ ഏത് നിറത്തിലാണ് പാർപ്പിടങ്ങൾ സൂചിപ്പിക്കുന്നത്? പാർപ്പിടം എന്ന് പറഞ്ഞാൽ വീടാണ്. അപ്പോ ചുവന്ന കളറിൽ, ചുവപ്പ് കളറ്. ഓക്കെ, ചുവപ്പ് കളറിലാണ് ഏത് കാണപ്പെടുന്നത്? പാർപ്പിടങ്ങൾ കാണപ്പെടുന്നത്. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. അത് കിട്ടിയല്ലോ. ഇതൊക്കെ റിപ്പീറ്റ് പഠിച്ചേ പോകാവൂ. 1 മാർക്ക് നിർബന്ധമായിട്ട് കിട്ടാവുന്ന മാർക്ക് ഏരിയയാണിത്. ഓക്കെ, പഠിക്കാതെ പോയാൽ മക്കളെ ആ 1 മാർക്ക് കണ്ട് വെറുതെ പോവും.
പിന്നെ എക്സാം ഹാളിന് ഇങ്ങനെ മാപ്പ് ഇട്ട് നോക്കി ഇനിയിപ്പോൾ എന്താ കാട്ടുകയെന്ന് വിചാരിച്ച് നിന്നിട്ട് കാര്യം ഉണ്ടാവില്ല. പോയതാ. ഓക്കെ ആണ്. ദെൻ അടുത്തതാണ്, ഒരു ഭൂപടത്തിൽ 2 സ്ഥലങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ളത് 5 സെന്റിമീറ്റർ അകലത്തിലാണ്. ആയിക്കോട്ടെ. ഭൂപടത്തിന്റെ തോത് 1 സെന്റിമീറ്ററിന് 10 കിലോമീറ്റർ. ആയിക്കോട്ടെ. ആണെങ്കിൽ ഈ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരം എത്ര? നിങ്ങൾ ജനുവരി 21-ാം തീയതി സാറ്റിന്റെ പരീക്ഷ പേപ്പറിൽ കാണാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യം ഇതാണ്. ഏതാണ്? അതെ, തോതിന്റെ ചോദ്യം. റേഷ്യോന്റെ ഈ സാധനം എങ്ങനെയാണ് ചെയ്യാം? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ. അങ്ങനെയെങ്കിൽ 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കിലോമീറ്റർ. 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കിലോമീറ്റർ. 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 കിലോമീറ്റർ. 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എത്ര വരും? 50 സെന്റിമീറ്റർ വരും. അല്ല, 50 കിലോമീറ്റർ വരും. സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. മനസ്സിലായല്ലോ? 1 കിലോമീറ്റർ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപടത്തിലെ മാപ്പിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള 10 കിലോമീറ്റർ ആണ് എന്നാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 2 കിലോമീറ്റർ അതിന്റെ നേരെ ഡബിൾ വരും, 20. 3 പറഞ്ഞാൽ 30. 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 കിലോമീറ്റർ. 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 കിലോമീറ്റർ. ഓക്കെ ആണ്, സെറ്റാണ്, പവറാണ്. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ദെൻ അടുത്തതാണ്, മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കാത്ത ഘടകം. മണ്ണുണ്ടാവുന്നതിൽ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ് എന്നാണ് ചോദ്യം. ഒന്ന് കാലാവസ്ഥ മാറ്റം വരുമ്പോൾ മണ്ണിന്റെ രൂപീകരണത്തെ എന്ത് ചെയ്യും? ഇത് സ്വാധീനിക്കും. പിന്നെ രണ്ടാമത്തതാണ് ജനസംഖ്യ കൂടുക കുറയുക എന്തെങ്കിലുമൊക്കെ ആവട്ടെ, മണ്ണിന് എന്തെങ്കിലും പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ മണ്ണിലിങ്ങനെ ചവിട്ടി മെതിച്ചിട്ടുണ്ട്, മണ്ണിന് എന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റൂല. അപ്പോ മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കാത്ത ഘടകമാണ് ജനസംഖ്യ. ദെൻ സസ്യങ്ങളും ജന്തുക്കളും ബാധിക്കും, മാതൃശില ബാധിക്കും. അപ്പോൾ ഇതൊക്കെ മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കാത്ത തന്നതിലുള്ള ഒരേ ഒരു സാധനമേ ഉള്ളൂ, ജനസംഖ്യ മാത്രമാണ്. ഓക്കെ ആണ്. ദെൻ അടുത്തതാണ്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഈ ചോദ്യം ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ ചോദ്യമാണ്. അതിന്റെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ്, അതേമാതിരി വരുന്ന ചോദ്യമാണ്. വായിച്ചു നോക്കി. ആഴം കൂടുന്നതിനനുസരിച്ച് ചായയുടെ സ്വാദ് കൂടും. ഉയരം കൂടുന്നതിനനുസരിച്ചല്ല ചായന്റെ സ്വാദ് കൂടാം. ആഴം കൂടുന്നതിനനുസരിച്ച് ഭൗമാന്തർ ഭാഗത്ത് താപവും മർദ്ദവും വർദ്ധിക്കും. ശരിയാണോ? ശരിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ എന്നും പറഞ്ഞ് ഒന്ന് കണ്ട് കുത്തി കഴിഞ്ഞാൽ തെറ്റാണ്ട് വരും. കാരണം എന്താ? ചോദ്യത്തിൽ ചോദിക്കുന്നത് തെറ്റായതാണ്. ഓക്കെ. ഒന്നാമത്തെ ശരിയാന്ന് പറഞ്ഞാണ്ട് കുത്തി കഴിഞ്ഞാലേ കുത്തുമ്പോൾ നോക്കി കുത്തണം. ഓക്കെ. അപ്പോൾ ആഴം കൂടുന്നതിനനുസരിച്ച് ഭൂമാന്തർ ഭാഗത്ത് താപവും മർദ്ദവും വർദ്ധിക്കും എന്നുള്ളത് ശരിയാണ്. നമ്മളോട് ചോദിച്ചത് തെറ്റാണ്. തെറ്റായ ചോദ്യമാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ അകക്കാമ്പിന് ഖരാവസ്ഥയാണുള്ളത്. അകക്കാമ്പിന് ഇന്നർ കോറിന് ഖരാവസ്ഥയാണോ? ആണ്. കാരണം എന്താ? ഹൈ പ്രഷറിൽ ഉള്ള ഭാഗമാണ് അകക്കാമ്പ് അഥവാ ഇന്നർ കോർ. ഹൈ പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തായിട്ടാണ് കാണപ്പെടുന്നത്? ഖരാവസ്ഥയിലാണ് സാധനങ്ങൾ കാണപ്പെടുന്നത്. ദെൻ കാഠിന്യത്തെ അടിസ്ഥാനമാക്കി ശിലകളെ ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിക ശിലകൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിക ശിലകൾ കാഠിന്യത്തെ അടിസ്ഥാനമാക്കിയിട്ടല്ല, അവയുടെ രൂപീകരണത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? രൂപീകരിച്ചിട്ടുള്ളത്. സോ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആണ്. നാലാമത്തത് ഓർത്ത് നോക്കാം. ഭൗതിക അപക്ഷയത്താൽ ശിലകൾക്ക് ശിഥിലീകരണം സംഭവിക്കുന്നു. ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ് ഒക്യൂർ ഡ്യൂ ടു ഫിസിക്കൽ വെതറിങ്. അത് ശരിയാണല്ലോ? ശരിയാണ്. അടുത്തത്, എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ഏത്? എഴുതപ്പെടാത്ത ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, നോൺ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് കൃത്യമായിട്ട് ബുക്കിൽ 2 ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയാണോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നൊരു പുസ്തകം ഉണ്ടോ? പുസ്തകം ഉണ്ടല്ലോ. ഇന്ത്യയിലുണ്ട്. അമേരിക്കയിലുണ്ടോ? അമേരിക്കയിലുണ്ട്. ചൈനയിലുണ്ടോ? ചൈനയിലുണ്ട്. ബ്രിട്ടനിലുണ്ടോ? ബ്രിട്ടനിലില്ല.
ബ്രിട്ടനിലെ എഴുതപ്പെടാത്ത ഭരണഘടനയാണ് ഉള്ളത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, ദെൻ അടുത്ത ചോദ്യമാണ് മക്കളെ, ഭരണഘടനാ ഭേദഗതി എന്നാൽ. ഭരണഘടനാ ഭേദഗതി എന്നാൽ ഞാൻ പറയട്ടെ, എന്താണ് ഭരണഘടനാ ഭേദഗതി എന്നാൽ? ഭരണഘടനാ ഭേദഗതി എന്നാൽ എന്താണ് പറഞ്ഞാൽ ആലോചിക്കി. ഭരണഘടനാ ഭേദഗതി എന്നാൽ ഭരണഘടനാ ഭേദഗതി എന്നാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്താം, കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർക്കൽ വരുത്താം, കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള സാധനം മാറ്റം വരുത്താൻ പിടിച്ച് തള്ളി പുറത്താക്കുക. ഇതിന് പറഞ്ഞ പേരാണ് ഭരണഘടനാ ഭേദഗതി. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് ഓരോ അമെൻമെന്റ് വരും, ഓരോ ആർട്ടിക്കിൾ അതിന്റെ ബേസ് ചെയ്ത് പുതിയതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഭരണഘടനാ ഭേദഗതി എന്നാൽ എന്താണ്? ഭരണഘടനയിൽ നിന്നും ഒഴിവാക്കലും കൂട്ടിച്ചേർക്കലും നടത്തുന്നത്. സി ആണ്. മേക്കിംഗ് അഡിഷൻ ആൻഡ് ഡിലീഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലോ ഒഴിവാക്കലോ വരുത്തുന്നതിന് പറയുന്ന പേരാണ് മക്കളെ എന്ത്? ഭരണഘടനാ ഭേദഗതി. അത്രേ ഉള്ളൂ. ഭരണഘടനയിൽ ഭേദഗതി വരുത്തുന്നത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയും. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കുമ്പോൾ, നിയമങ്ങൾ നിർമ്മിക്കുവാൻ ചുമതലപ്പെട്ട ഗവൺമെന്റിന്റെ ഘടകമേത്? നിയമങ്ങൾ നിർമ്മിക്കുവാൻ നിയമനിർമ്മാണ സഭയല്ലാതെ വേറെ ആരാണുള്ളത്? അപ്പോ ഓപ്ഷൻ സി ആണ് നിയമനിർമ്മാണ സഭ. നീതിന്യായ വിഭാഗം, ജുഡീഷ്യറിക്ക് എന്താ പണി? നിയമങ്ങൾ വ്യാഖ്യാനിക്കുക, നിയമങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. കാര്യനിർവഹണ വിഭാഗം, ഉദ്യോഗസ്ഥന്മാര് നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള വെടിപ്പായിട്ട് നടപ്പിലാക്കാനുള്ള ടീമാണ് ആര്? എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്ന മഹത്തായിരിക്കുന്ന വിഭാഗം. അടുത്തത് നിയമനിർമ്മാണ സഭ. നിയമങ്ങൾ നിർമ്മിക്കുക എന്നല്ലാതെ അവരെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും പറ്റൂല. കാരണം നമ്മളെ MLA-മാരൊക്കെ അല്ലേ, പലരും ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ എന്താ പറയാ, ഒരു അറിവില്ലാത്ത കുറേ പേര് അതിനകത്തുണ്ടാവും. നിയമങ്ങൾ ഉണ്ടാക്കാനേ പറ്റുള്ളൂ, വെടുപ്പിലാക്കി നടപ്പാക്കാനോ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നിനും പറ്റൂല. ഓക്കെ, ഞാൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ പോലും സത്യാവസ്ഥ അതാണല്ലോ. അടുത്തതാണ് അടുത്ത ചോദ്യം. ഇത് സാധനം മനസ്സിലായല്ലോ. നിയമനിർമ്മാണം ആണ് നിയമനിർമ്മാണ സഭന്റെ ഉത്തരവാദിത്വം. അഥവാ ഇന്ത്യൻ പാർലമെന്റിൽ ആണ് എന്തുണ്ടാക്കുക? ഇന്ത്യന്റെ യൂണിയൻ ബേസ്ഡ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക. സ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കൽ എവിടാ? കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് കേരളത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കല്. കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് കർണാടകക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കല്. സംസ്ഥാന നിയമസഭയിലാണ് സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്, ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കല് എവിടുന്നാണ്? ഇന്ത്യൻ പാർലമെന്റ് എന്നാണ്. മനസ്സിലായെന്ന് വിചാരിക്കണു. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്തതാണ് പ്രിയപ്പെട്ട മക്കളെ, ബഹുമാനപ്പെട്ട മക്കളെ, നിങ്ങളൊന്ന് നോക്കി. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചുമതല ആർക്കാണ്? ഇതും കഴിഞ്ഞ ക്ലാസ്സിനെ നമ്മൾ പറഞ്ഞു പോയതാണ്. ഈ റിപ്പീറ്റ് അടിച്ച ചോദ്യം ഇങ്ങനെ റിപ്പീറ്റ് എത്ര പ്രാവശ്യമാണ് വരുന്നത്? ഇതേ ചോദ്യം നിങ്ങൾ തന്നെ ചിലപ്പോൾ 1-2 പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആരാ? സുപ്രീം കോടതിയാണ്. വലിയ കോടതിയാണ്. വലിയ കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിൽ എന്തെങ്കിലും അടിയുണ്ടായി, കേരളവും തമിഴ്നാടും തമ്മിൽ എന്തെങ്കിലും അടിയുണ്ടായി, മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിലോ വേറെ എന്തെങ്കിലും വിഷയത്തിലൊക്കെ എന്തായി അടിയായി നിൽക്കുക. അങ്ങനെ അടിയായി കഴിഞ്ഞാല് അതില് പരിഹാരം കണ്ടെത്താന്, അതിൽ നിങ്ങൾ അടിയാക്കല്ലേ, നമുക്ക് തീരുമാനമാക്കാം, പ്രശ്നമാക്കല്ലേ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടായിട്ട് നമ്മള് കാര്യം എല്ലാം നല്ലപോലെ വെടുപ്പാക്കൽ ആരാ? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. സുപ്രീം കോർട്ട്. ഓക്കെ, കിട്ടിയല്ലോ. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്ത ചോദ്യമാണ്, ഇന്ത്യൻ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ആരുടെ മുമ്പിലാണ്? ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടല്ലോ, ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടല്ലോ. അവരുടെ സാധനം ഈ പ്രസിഡന്റിന്റെ മറ്റൊരു വാക്കാണ്, മലയാള വാക്കാണ് രാഷ്ട്രപതി എന്നുള്ളതെങ്കിലും നിങ്ങൾക്ക് മിനിമം അറിയണം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ഒരു കുട്ടിക്ക് കൊടുത്തപ്പോൾ ചോദിച്ചു, പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതി ആണെന്ന് ചോദിച്ചു. കാരണം ഇംഗ്ലീഷിൽ പ്രസിഡന്റും ഉണ്ട്, മലയാളത്തിൽ രാഷ്ട്രപതി ഉണ്ട്. അപ്പോൾ രാഷ്ട്രപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആണെന്നുള്ള ഒരു സാധനം നിങ്ങൾക്ക് വേണേ. അത് അറിയാത്തവരും പാടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ നോക്കി നോക്കി ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ആരുടെ മുമ്പാകെയാണ്? ഞാൻ പറഞ്ഞോട്. അപ്പോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദ്രൗപദി മുർമു ഇന്ത്യന്റെ നിലവിലെ പ്രസിഡന്റാ. അധികാരമേൽക്കുന്നത്
സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നമ്മുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അപ്പുറത്തുണ്ടാവും, അവരവിടെ നിന്ന് ഓതി കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇവരിവിടെ നിന്ന് വായിക്കുന്നുണ്ടാവും. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലാണ് ഇന്ത്യൻ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ഓക്കെയാണ്, സെറ്റാണ്, പവറാണ്. അടുത്ത ചോദ്യം നോക്കാലോ. അടുത്ത ചോദ്യമാണ് പ്രിയപ്പെട്ട മക്കളെ, വൻകര ഭൂവൽക്കത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര്. റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്പീറ്റ്. ഇതിങ്ങനെ റിപ്പീറ്റ് തന്നെ എടുത്ത് പിന്നെ ചോദിക്കാന്നല്ലാതെ വേറെ പുതിയ ചോദ്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി? അപ്പൊ ഈ ഭാഗങ്ങൾ വൃത്തികണ്ട് പഠിച്ചു കഴിഞ്ഞാല് ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് വരാനുള്ളത്. അടുത്ത NMMSന്റെ സാറ്റിന്റെ പരീക്ഷ പേപ്പർ നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ കാണും, ഉറപ്പാണത്. അപ്പൊ വേഗം പറയും. വൻകര ഭൂവൽക്കത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര് കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് നോൺ ആസ് കോനെ. വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നും സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നും പറയുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തൊരു പോയി കാണാം. സിമ സമു നമ്മൾ പഠിച്ചതല്ലോ. സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്ര ഭൂവൽക്കം. സിമ ലാസ്റ്റ് സമൂസ ആവരുത്. ദെൻ അപ്പോൾ വൻകര ഭൂവൽക്കം സിയാല്. ഇപ്പം അത് മാത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൻകരയിൽ അല്ലെങ്കിൽ സമുദ്രമല്ലാത്ത ഭാഗത്തല്ലേ എന്ത് കാണല്? ആല് കാണപ്പെടാറ്. ആലില്ലേടാ, മറ്റേ ഈ മരത്തിന് മേലിനും ഇവിടെ വേര് അടിക്ക് ഇറങ്ങണ, ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കണ, ഇങ്ങനെ നിൽക്കണ ഒരു സാധനം. ആല് ഇവിടെ കാണപ്പെട്ടില്ലേ? വൻകരയിലാണല്ലോ കാണപ്പെടില്ലേ? സോ വൻകര ഭൂവൽക്കം സിയാൽ. അടുത്തത് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്ന് വേറെ നോക്കി നോക്ക്. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാ? ജൂലൈ 17 ഉണ്ട്, ഡിസംബർ 15 ഉണ്ട്, പിന്നെ ഓഗസ്റ്റ് 15 ഉണ്ട്, സെപ്റ്റംബർ 17 ഉണ്ട്. എന്നാണ് ലോക മണ്ണ് ദിനം? ഇതിന്റെ ഉത്തരങ്ങൾ നോക്കിയാല് അതിൽ തരുന്ന കാണൂല. കാരണം ഈ ചോദ്യം തന്നെ തെറ്റാണ്. തെറ്റായ ചോദ്യമാണത്. കാരണം ഡിസംബർ ഈ ടൈപ്പ് ഇവര് ചോദ്യം ഇട്ട് കൊടുത്ത സമയത്ത് ചിലപ്പോൾ നല്ലപോലെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഉത്തരം കിട്ടുമ്പോൾ ചെറുതായിട്ടൊരു ഒന്ന് കൂടിപ്പോയി. വേറെ വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല. കാരണം ഡിസംബർ 5 ഡിസംബർ 15 ചെറുതായിട്ടൊരു ഒരു ഒന്ന് കൂടിപ്പോയിട്ടുള്ളൂ. ഡിസംബർ 5 വേൾഡ് സോയിൽ ഡേ ഡിസംബർ 5. ഓക്കെ, ഡിസംബർ 15 ഈ ചോദ്യം ഇട്ട ആദ്യം വേറെ ഒന്നും കാട്ടണ്ട. ചോദ്യട്ടാക്ക് ചെറിയ തെറ്റെന്തെങ്കിലും പറ്റിയതാണ്. ദെൻ അടുത്ത ചോദ്യമാണ് മക്കളെ, ഭൂപടങ്ങളിൽ തവിട്ട് നിറത്തിലുള്ള വരകൾ സൂചിപ്പിക്കുന്നത്. ദി ബ്രൗൺ ലൈൻസ് ഇൻ മാപ്പ് ഇൻഡിക്കേറ്റ് എന്ത്? ഉയരാണോ, റോഡുകളാണോ, കനാലുകളാണോ, അതിർത്തികളാണോ? ഈ ചോദ്യം നേരത്തെ നമ്മൾ പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ്. ഇതില് ഉയരമാണ് ആൻസർ ആയിട്ട് വരുന്നത്. തവിട്ട് നിറത്തിൽ ഉയരം, കോണ്ടൂർ രേഖകൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഉയരത്തിനെ സൂചിപ്പിക്കുന്ന കളറാണ്, കോണ്ടൂർ രേഖകളെ സൂചിപ്പിക്കുന്ന കളറാണ് എന്ത്? തവിട്ട്. അപ്പോ നേരെ ഇതൊക്കെ റിപ്പീറ്റ് ആയതുകൊണ്ടാണ് പിന്നെയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുന്നു. കേരളത്തിലെ ആകെയുള്ള നദികളുടെ എണ്ണം 44, 54, 34, 40. എത്രയാ? കേരളത്തില് 44 നദികളാണെന്ന് നമ്മൾ 5ാം ക്ലാസ് മുതലേ കേട്ട് ഈ വേദോത്തനമായി കേൾക്കുന്ന സാധനമാണല്ലോ. 44 നദികളാണ് കേരളത്തിലുള്ളത്. ദെൻ അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല ഏത്? നിങ്ങൾ 1ാം ക്ലാസ്സിൽ ഒരു അനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൻ്റെ അടുത്ത് ചോദിച്ചു വെക്കുക, മോനേടാ, അല്ല മോനെന്നല്ല, എന്താ കുട്ടൂസാണോ അനിയനോ എന്താ വിളിക്കലിച്ചാ ചോദിച്ചു വെക്കുക, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? ഓ പറഞ്ഞിരുന്നത്. പിന്നെ ഇത് NMMSന് കൊടുക്കണതൊക്കെ എന്തിനാന്നുള്ളതാണ് ചോദ്യം. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം, അതൊന്നും പറയേണ്ട ആവശ്യം പോലില്ല. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? കാസർഗോഡാണ്. അറിയാലോ, വടക്കേ അറ്റത്ത് കാസർഗോഡും ഇങ്ങത്തേക്ക് തിരുവനന്തപുരം, അപ്പുറത്ത് കാസർഗോഡ്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് മക്കളെ കാസർഗോഡ്. അടുത്ത ചോദ്യം, ഭൂപടത്തിലെ തോത് എന്നാൽ? ഇത് റിപ്പീറ്റ് ആണല്ലോ, നേരത്തെ പറഞ്ഞതാണല്ലോ. എന്താണ്? ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ യഥാർത്ഥ ദൂരവും തമ്മിലുള്ള അനുപാതത്തെയാണ് ഭൂപടത്തിലെ തോത് എന്ന് പറയുന്നത്. റേഷ്യോ ബിറ്റ്വീൻ മാപ്പ് ഡിസ്റ്റൻസ് ആൻഡ് ഗ്രൗണ്ട് ഡിസ്റ്റൻസ്. മാപ്പിലെ ഡിസ്റ്റൻസും യഥാർത്ഥ ഭൂമിയിലെ ഡിസ്റ്റൻസും തമ്മിലുള്ള അനുപാതത്തിനെ പറഞ്ഞ പേരാണ് മക്കളെ എന്ത്? തോത്. ഓക്കെ ആണ്, സെറ്റ് ആണല്ലോ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് വിഷയത്തിലാണ് പഞ്ചായത്ത് രാജ് ഉൾപ്പെടുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. 3 ലിസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോ ഇതില് സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് എന്ത് വരുന്നത്? പഞ്ചായത്ത് രാജ് വരുന്നത്. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാർഡ് മെമ്പർമാര്, പിന്നെ ഗ്രാമപഞ്ചായത്ത് പോലത്തെ സാധനങ്ങളൊക്കെ അല്ലേ.
അതൊക്കെ വരുന്നത് പഞ്ചായത്ത് അല്ല ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ്. ഓക്കെ, ലിസ്റ്റ് മനസ്സിലാക്കിക്ക. എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ഇപ്പൊ ഇതൊക്കെ. സംസ്ഥാന ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. NMS ഇത്രയേ ചോദിക്കുള്ളൂ, ഇത്രേ ഉള്ളൂ. പിന്നെ ഒന്ന് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സാറ്റിലെ 35-ലും 35-ഉം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂടാ അതൊക്കെ. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന പ്രകാരം ലോക്സഭയുടെ പരമാവധി അനുവദനീയമായ അംഗസംഖ്യ എത്ര? ദി മാക്സിമം സെക്ഷൻ സാങ്ഷൻഡ് സ്ട്രെങ്ത് ഓഫ് ലോക്സഭ ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എത്രയാണ്? 552 ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ. ഇന്ത്യൻ ലോക്സഭയിൽ മാക്സിമം ഉണ്ടാകാൻ പാടുള്ള അനുവദനീയമായ അംഗസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 552 ഇന്ത്യൻ ഭരണഘടന പ്രകാരം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉൾപ്പെടുത്തിയത്? സർക്കാരിയ കമ്മീഷനാണോ? അശോക് മേത്ത കമ്മീഷനാണോ? സ്വരൺ സിംഗ് കമ്മീഷനാണോ? സ്വിംഗ്വി കമ്മീഷനാണോ? ഏത് കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ എന്ന ഭാഗം ഉൾപ്പെടുത്തിയത്? ഏതാ? സ്വരൺ സിംഗ് കമ്മീഷനാണ്, സ്വരൺ സിംഗ് കമ്മിറ്റി. അത് മാറിപ്പോവാതിരിക്കാനേ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കടമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെടുത്ത് നമ്മൾ ഇതൊന്ന് ചെയ്യോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞ സാധനമാണ്. അത് നല്ല സ്വരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? നല്ല വൃത്തിക്ക് ചെയ്യും അല്ലേ? അപ്പൊ ആൾക്കാരെടുത്ത് ഇന്ത്യയിലെ ഭരണഘടന പ്രകാരം ഇന്ത്യയിലെ ആൾക്കാരെടുത്ത് നല്ല സ്വരത്തിൽ പറഞ്ഞപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു? അത് കടമായിട്ട് ഏറ്റെടുത്തു. നല്ല സ്വരത്തിൽ പറഞ്ഞ സാധനമാണ് എന്ത്? മൗലിക കടമകൾ. മൗലിക കടമകൾ, കടമായിട്ട് ഏൽപ്പിക്കപ്പെടുമ്പോൾ നല്ല സ്വരത്ത് പറഞ്ഞാല് ആൾക്കാർ എന്ത് ചെയ്യും? അതിനെ ഏറ്റെടുക്കും. അത്രേ ഉള്ളൂ. ഇനി മാറിപ്പോലല്ലോ, ഇല്ലല്ലോ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയിൽ നോട്ട നോട്ട എന്നത് സൂചിപ്പിക്കുന്നത് എന്താണ്? നോട്ട എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അവിശ്വാസം രേഖപ്പെടുത്തുക, വോട്ട് ഓഫ് നോൺ കോൺഫിഡൻസ് ആണോ? എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യുക എന്നുള്ളതാണോ? അതല്ല ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണോ? അതല്ല നിഷേധ വോട്ടാണോ? ഏതാണ്? നെഗറ്റീവ് വോട്ടാണ് അഥവാ നിഷേധ വോട്ടാണ്. നോട്ട എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വോട്ട് എന്നാണ് അർത്ഥം. നോട്ട നെഗറ്റീവ് വോട്ട്. ഓക്കെ ആണ്. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. ഒന്ന് സ്പീഡാക്കുന്നുണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളാണ് എന്നുള്ളതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ സാധനങ്ങൾ വിശദീകരിക്കാത്തത്. അടുത്തതാണ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? അത് പ്രഥമ സമ്മേളനമാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനല്ല. രണ്ടാണ്. ഓക്കെ, അപ്പോ ആദ്യത്തെ സമ്മേളനത്തില് അധ്യക്ഷത വഹിച്ച മഹാമനീഷിന്റെ പേരാണ് മക്കളെ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, ഈ സച്ചിദാനന്ദ സിൻഹയാണ് പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. അത് നിങ്ങൾ എത്ര ആലോചിച്ചാൽ മതി. മറ്റേ ആദ്യം തന്നെ ഒരു സിംഹത്തിനെ കൊടുന്നിരുത്തിയിട്ട് എന്ത് ചെയ്തു? ആദ്യ സമ്മേളനം നടത്തി. അതോടുകൂടി എല്ലാം സെറ്റായി. മറ്റേ ആദ്യം തന്നെ ഈ കച്ചറാവണേക്കാൾ നല്ല ആദ്യം സിംഹത്തിനെ കൊടുന്നിരുത്തി അധ്യക്ഷത വഹിപ്പിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അത് സ്മൂത്തായി നടക്കും. ഓക്കെ, അപ്പൊ ആദ്യം സച്ചിദാനന്ദ സിൻഹ. പിന്നെ ഇതിന്റെ സ്ഥിരം പ്രസിഡന്റ് ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഡ്യൂക്കേഷൻ റൈറ്റിനെ കുറിച്ച് പറയുന്നത്? വിദ്യാഭ്യാസ അവകാശത്തിനെ കുറിച്ച് പറയുന്നത് 21A ആണ്. 21A. ഓക്കെ, അനുച്ഛേദം 21 അഥവാ ആർട്ടിക്കിൾ 21A. ഓക്കെ, മാറിപ്പോരില്ല. പഠിക്കാനൊന്നും കോഡ് വേണ്ടല്ലോ, അതിനൊക്കെ കോഡുണ്ട്. അതൊക്കെ എത്ര പഠിക്കാനല്ലുള്ളൂ. ഇതെത്തപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. അടുത്തതാണ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഭരണഘടനയുടെ മെയിൻ ഡോക്ടർ അംബേദ്കർ ആണെന്ന് പറഞ്ഞ് കുത്തി കഴിഞ്ഞാൽ ചോദ്യം തെറ്റും, അല്ല ഉത്തരം തെറ്റും, അല്ല നിങ്ങൾ മാർക്ക് പോവും. അത്ര ഉണ്ടാവുള്ളൂ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആര്? എന്താണ് സാധനം? ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ഇന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമായിട്ടുള്ളത്. എന്താണത്?
വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന മഹത്തായിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ലക്ഷ്യപ്രമേയം. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആമുഖമായി മാറുന്നത്. അത് ആരാണ് അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ് ട്ടോ. ജവഹർലാൽ നെഹ്റു എന്ന് പറയാണ് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സൊലംലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങുന്ന ആമുഖം ഉണ്ടല്ലോ. ആ ആമുഖം നീച്ചെന്ന് പറഞ്ഞത്, അവതരിപ്പിച്ചത്, ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് മുമ്പാകെ അവതരിപ്പിച്ച ആ മനുഷ്യന്റെ പേരാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. ഇനി മറക്കോ? ഇല്ലല്ലോ. സെറ്റാണല്ലോ. ഓക്കെ അല്ലേ? ദെൻ അടുത്തതാണ് റിപ്പബ്ലിക് എന്ന ഗ്രന്ഥം രചിച്ചത്. റിപ്പബ്ലിക് എന്ന ഗ്രന്ഥം രചിച്ച ആളുടെ പേരാണ് പ്ലാറ്റോ. റിപ്പബ്ലിക് പ്ലാറ്റോ. ഒരു കാഴ്ച കിട്ടുന്നില്ലേ? റിപ്പബ്ലിക് പ്ലാറ്റോ. റിപ്പബ്ലിക് പ്ലാറ്റോ. റിപ്പബ്ലിക് പ്ലാറ്റോ. ഇവിടെ ഒരു ബ്ലാ വരുന്നുണ്ട്, ഇവിടെ പ്ലാറ്റോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിപ്പബ്ലിക് ആരാണ്? പ്ലാറ്റോ ആണ്. ദെൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുന്നു. UNOയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആര്? ദി പ്രസന്റ് സെക്രട്ടറി ജനറൽ ഓഫ് UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ആരാ? UNOയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആളുടെ പേരാണ് ആന്റോണിയോ ഗുട്ടറസ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. നിങ്ങൾ അസ്തമയ സൂര്യനെ അഭിമുഖമായി നിൽക്കുന്നു. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഇതേ മാതിരത്തെ ചോദ്യം വന്നിരുന്നു. എന്ത് ചെയ്യുന്നത്? ഉദയസൂര്യനെ അഭിമുഖമായി നിൽക്കുന്നു. എവിടെയാണ് ഉദയസൂര്യൻ ഉണ്ടാവുക? കിഴക്കാണ്. അസ്തമയ സൂര്യൻ എവിടെ ഉണ്ടാവുക? പടിഞ്ഞാറാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പടിഞ്ഞാട്ടേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഓക്കെ, പടിഞ്ഞാറേക്ക് തിരിഞ്ഞു നിന്നു. അങ്ങനെ തിരിഞ്ഞു നിന്നാൽ ചോദ്യം മുഴുവനായിട്ട് വായിക്കുക. എങ്കിൽ നിങ്ങളുടെ വലതുവശം ഏത് ദിക്കിലായിരിക്കും? എൻ്റെ വലതുവശം ഏത് ദിക്കാണ്? വാപ്പ എടുത്തേക്കാണ് തേക്ക് വീണത്. വാപ്പ നിങ്ങൾ വലത്തേക്ക് തള്ളിയിടരുത്. ഓക്കെ, വാപ്പ എങ്ങോട്ട് തേക്ക് വീഴല്? എടുത്തേക്കാണ് തേക്ക് വീഴല്. വാപ്പ തേക്കി. അപ്പോ പടിഞ്ഞാറേക്ക് നീങ്ങി നിൽക്കുന്ന ഒരാളെ വലതുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? വടക്കല്ലേ? നോർത്തല്ലേ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഓക്കെ ആണ്. അപ്പോ ഓപ്ഷൻ സി ആണ് ആൻസർ. നോർത്താണ്. അസ്തമയ സൂര്യനെ നോക്കി നിൽക്കുന്ന ഒരാള്, അയാളുടെ വലതുവശം ഏതാണ്? വടക്കാണ്. ഓക്കെ, നോർത്താണ്. സെറ്റല്ലേ? ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. 15ാമത്തെ ചോദ്യം. ഇവിടെ ഞാൻ ഇന്ത്യൻ്റെ മാപ്പാണ്, കേരളത്തിൻ്റെ മാപ്പാണ് കൊടുത്തിട്ട് ഇതെന്തുന്ന സാധനം? ഇതെന്ത് വായിക്കണം? ഇവിടെ കേരളത്തിൻ്റെ മാപ്പായിരുന്നു കൊടുത്തിട്ടത്, അത് ചെറുതായിട്ട് പാളിപ്പോയി. അപ്പോൾ ഞാൻ ചോദ്യം നോക്കാം. തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല ഏത്? വയനാടുണ്ട്, പത്തനംതിട്ടുണ്ട്, കോഴിക്കോടുണ്ട്, കൊല്ലമുണ്ട്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത ജില്ല. ഇതൊക്കെ ബേസിക് ലോജിക്കാ. കേരളത്തിന്റെ മാപ്പ് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് സുഖമായിട്ടുള്ള ചോദ്യം. ഒരു മാർക്ക് സുഖമായിട്ട് അടിച്ചെടുക്കാം. ഏതാണ്? ഒന്ന് വയനാട്. പൊന്നാര ചങ്ങായിമാരെ, വയനാട്ടിൽ കൂടെ അല്ലേ നമ്മൾ ഊട്ടി പോവാ? ഊട്ടി തമിഴ്നാടല്ലേ? വയനാടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഏരിയ അല്ലേ? അപ്പൊ അതല്ല. പിന്നെ അടുത്തത് പത്തനംതിട്ടക്ക് തമിഴ്നാടുമായിട്ട് എന്തുണ്ട്? ടച്ച് ഉണ്ട്. പിന്നെ കൊല്ലമായിട്ട് ആർക്ക് ടച്ച് ഉണ്ട്? തമിഴ്നാടിന് ടച്ച് ഉണ്ട്. ദെൻ അടുത്തതാണ് കോഴിക്കോടിന് ടച്ച് ഉള്ളത് തമിഴ്നാടായിട്ടല്ല. കോഴിക്കോടിന് ഒരു ഭാഗത്ത് ടച്ച് ഉള്ളത് അപ്പുറത്ത് കണ്ണൂര്, ഇപ്പുറത്ത് വയനാട്, ഇപ്പുറത്ത് മലപ്പുറം. അപ്പോ കോഴിക്കോടാണ് തമിഴ്നാടുമായി ബന്ധമില്ലാത്ത, തമിഴ്നാടുമായിട്ട് വേറിട്ട് നിൽക്കുന്ന, തമിഴ്നാടുമായിട്ട് ടച്ച് ഇല്ലാത്ത ജില്ല എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? കത്തില്ലേ? ഇതൊന്നും കത്താൻ മാത്രമില്ല. എന്തപ്പോ അടുത്തത് ഇതടാ, റിപ്പീറ്റ് ഫുൾ റിപ്പീറ്റ്. ഇതെന്താ? അത് റോഡ്. ഏതാ കളറ്? റോഡ്. വീട് ഏത്? ചുവപ്പ്. ചോന്ന വീട്, ചോന്ന റോഡ്. ചോന്ന റോഡ്. നേരത്തെ പറഞ്ഞ് പഠിച്ചതല്ലത് ആണല്ലോ. അപ്പൊ റോഡ് ഏതാണ്? റോഡ് ചുവപ്പാണ്. ഓക്കെ, ഏത് വരും? ചുവപ്പ് വരും. ചുവപ്പ് വരണ ഏതൊക്കെയുണ്ട്? ഒന്നുണ്ട് ചുവപ്പ് വരണം. 1, 4. ഇനി രണ്ടാമത്തേത് റെയിൽവേ ലൈൻസ് ഏതാ? കറുപ്പാണല്ലോ. റെയിൽവേ ലൈന് കറുപ്പ്. ബി കറുപ്പ് വരണം. വരുന്നത് ഡി മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് മണൽക്കൂന ഏതാ കളറ്? തവിട്ടാണ്. മണൽക്കൂന, പാറകള് ഒക്കെ തവിട്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചല്ലോ.
ദെൻ മണൽക്കൂന ഏതാടാ? തവിട്ടാണ്. അടുത്ത ജലാശയം നോർമലി നീല എന്നുള്ള തലക്ക് വെളിവുള്ള ഒരാൾക്ക് അറിഞ്ഞൂടെ? അറിയാലോ. ദെൻ ഇതിന്റെ ആൻസർ ഡി ആണ്. ഓക്കെ, ഇതൊക്കെ എന്താ ഇപ്പോ നോക്കാൻ മാത്രം പോലും ഇല്ല, അതൊക്കെ റിപ്പീറ്റ് അടിച്ച് വരികയാണ്. അപ്പൊ ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ എത്രത്തോളം ചോദ്യങ്ങൾ റിപ്പീറ്റ് അടിച്ചിട്ടാണ് സാറ്റില് SS വരുന്നത് എന്നുള്ളത്. ഓക്കെ, സെറ്റായി എന്നാണ് വിചാരിക്കുന്നത്. ദെൻ അടുത്തതാണ് നൽകിയിട്ടുള്ളവയിൽ അറബിക്കടലിൽ പതിക്കുന്ന ഇന്ത്യയിലെ നദി ഏത്? അറബിക്കടലിൽ പതിക്കുന്ന അറബിപ്പൺ കൊടിയോ ഇങ്ങണ്ട് പോണ ഇവിടെയാണ് ഇത്. അങ്ങനല്ല, ഇതാണ് നമ്മളെ ഇന്ത്യ. ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ഇന്ത്യ എന്ന് കൂട്ടാം. ഓക്കെ, തൽക്കാലം അങ്ങനെ കൂട്ടാലോ. ഇത് ഇന്ത്യയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ നദികളും ഗംഗ ആയാലും ബ്രഹ്മപുത്ര ആയാലും ഗോദാവരി ആയാലും എങ്ങോട്ടാണ് ഒഴുകുന്നത്? കിഴക്കോട്ടാണ്. ഓക്കെ, ഈസ്റ്റിക്കാണ്. എന്നാൽ സിന്ധു മാത്രം എങ്ങോട്ടാണ്? ഈ ഭാഗത്തേക്ക. ഇവിടെ ആരാണ്? ഇവിടെ അറബിക്കടലും ഇവിടെ ബംഗാൾ ഉൾക്കടല, ഇവിടെ ബേ ഓഫ് ബംഗാളും ഇവിടെ അറേബ്യൻ സീ ആണ്. ഓക്കെ, ഇത് അറേബ്യൻ സീ, അറേബ്യ, ഇത് ബംഗാൾ. ഓക്കെ, അപ്പൊ ഈ ഭാഗത്തേക്ക് ഒഴുകുന്ന ഏക നദി, ഇത് തന്നിരിക്കുന്നതിലുള്ള ഏക നദി ഏതാണ്? സിന്ധു നദിയാണ്. അപ്പോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ, ഇൻഡസ്. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ അറബിക്കടലിൽ പതിക്കുന്ന നദിന്റെ പേരാണ് മക്കളെ സിന്ധു. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ഏതെല്ലാം അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതെല്ലാം അക്ഷാംശങ്ങൾക്കിടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചോദ്യം, എന്തായാലും വരാൻ സാധ്യതയുള്ള ചോദ്യം. ഓക്കെ, നമ്മൾ പഠിക്കാം. ഇന്ത്യ ഏതെല്ലാം അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉറപ്പായും ഇക്വേറ്ററിന് മേലെയാണ്, ഭൂമധ്യരേഖയ്ക്ക് മേലെയാണെന്ന് അറിയാലോ. അതായത് വടക്ക് ഭാഗത്താണ് ഇന്ത്യ ഉള്ളത്. ഓക്കെ, അങ്ങനെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ പഠിക്കാൻ പോകണം. ഇന്ത്യയുടെ അക്ഷാംശ രേഖ 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ, ഇത് അങ്ങനെയല്ല പഠിക്കേണ്ടത്, ഞാൻ പറയാം. അതായത് 8 ഇടുന്നു. ഓക്കെ, 8ന്റെ പകുതി എത്ര? 4. അപ്പൊ 4 ഇടുന്നു. ഓക്കെ, 8 ഇട്ടു, 8ന്റെ പകുതി 4 ഇട്ടു. ഇനി പഠിക്കേണ്ടത് 4 1 കുറച്ചാൽ എത്ര? 4 1 കുറച്ചാൽ 3. അടുത്ത സംഖ്യ 8. 8 1 കുറച്ചാൽ എത്ര? 7. പിന്നെ ഈ 7 1 കുറച്ചാൽ എത്ര? 6. അപ്പൊ 37 ഡിഗ്രി 6 മിനിറ്റ്. ഓക്കെ, അപ്പോ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. ജസ്റ്റ് പഠിക്കാൻ 8 ഇടുക, 8ന്റെ പകുതി 4. പിന്നെ 4 1 കുറച്ച് 3 ആയി, 8 1 കുറച്ച് 7 ആയി, 7 1 കുറച്ച് 6 ആയി, 37 ഡിഗ്രി 6 മിനിറ്റ്. കിട്ടിയല്ലോ, മറക്കൂലല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോ ഇത് എത്ര വരുന്നത്? ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. ഓക്കെ, ദെൻ ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡും കൂടെ നമ്മൾ പഠിക്കാൻ പോവാം. ലാറ്റിറ്റ്യൂഡ് എത്രടാ? 8 ഡിഗ്രി 8, 8ന്റെ പകുതി 4. അത് മുതൽ 4 1 കുറച്ചാൽ 3, 8 1 കുറച്ചാൽ 7, പിന്നെ 7 1 കുറച്ചാൽ 6 ഡിഗ്രി മിനിറ്റ്. ദെൻ ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡ് അതായത് റോക്കറ്റ് ലോഞ്ച് ചെയ്യൽ ഇങ്ങനെ, അതായത് ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡ് വരുന്നത് എത്ര? 68 ഡിഗ്രി 7, 6 7 8. അത്ര പഠിച്ചേക്കുക, 6 7 8. പക്ഷേ 6 ഇവിടെ 7 ഇവിടെ, അതിന് നടുവിലാണ് 8 എഴുതേണ്ടത് മാത്രം. 6 7 നടുവിൽ 8, 6 7 നടുവിൽ 8, 6 ഇവിടെ 7 ഇവിടെ നടുവിൽ 8. അപ്പൊ എത്രയായി? 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 6 നേരെ അപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പുറത്ത് കൊണ്ടുപോയാൽ എന്തായി? 6 ആയി. അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ പഠിച്ചില്ലേ, പ്ലസ് അപ്പുറത്ത് പോയാൽ എന്താവും? മൈനസ് ആവും. പിന്നെ ഹരണം അപ്പുറത്ത് പോയാൽ എന്താവും? ഗുണനാവും. അപ്പോ ഇങ്ങനെ നിൽക്കുന്ന 6 അപ്പുറത്ത് പോയാൽ തല തിരിഞ്ഞിട്ട് ഇങ്ങനെ 9 ആവൂലേ? 9 ആവും. അപ്പോൾ ഈ 6 തല എരിഞ്ഞ് 9 ആയി. ദെൻ അടുത്തത് 7 അതേമാതിരി എഴുതി 97 ഡിഗ്രി പിന്നെ ഒരു 25 പാട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതായത് ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡ് പഠിക്കാൻ 6 7 8, 6 7 നടുവിൽ 8. ഓക്കെ, അത് മുതൽ അതായത് 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വരെ.
ഓക്കെ ആണ്, സെറ്റാണ്, പവറാണ്. ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഇതൊന്നും പാടെ ഒന്ന് ബാക്ക് അടിച്ച് ഒരു 10, 30, 40 സെക്കൻഡ് ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്നും പാടെ ഒന്ന് കണ്ടു തുടങ്ങാം. സാധനം എന്ത് ചെയ്യും, പെട്ടെന്ന് തലയിൽ കയറും. ദെൻ അടുത്തതാണ് 66 ഡിഗ്രി ഉത്തര അക്ഷാംശത്തെ വിളിക്കുന്ന പേരെന്ത്? നോർത്ത് ലാറ്റിറ്റ്യൂഡ് ഇസ് കോൾഡ്. എന്താണ്? ഉത്തരായന രേഖ എന്നാണ് ഉത്തരം. ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 66 ഡിഗ്രി ഉത്തരാക്ഷാംശത്തെ, അതായത് നോർത്ത് ലാറ്റിറ്റ്യൂഡിനെ എന്തെന്ന് വിളിക്കുന്നു? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കുന്നു, ഉത്തരായന രേഖ എന്ന് വിളിക്കുന്നു. 66 ഡിഗ്രി തെക്കിനെ എന്ത് വിളിക്കുന്നു? ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് വിളിക്കുന്നു. ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും പലർക്കും മാറിപ്പോകും. അത് പഠിക്കാനേ ഈ നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ഉത്തരാർദ്ധഗോളാണല്ലോ, നോർത്തേൺ ഹെമിസ്ഫിയർ ആണല്ലോ. അപ്പോൾ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് ക്യാൻസർ കൂടുതലാണെന്ന് ആലോചിക്കുക. നമ്മൾ ഈ ഭാഗത്ത്, നമ്മളൊക്കെ ഇന്ത്യയൊക്കെ എവിടെയാണ്? നോർത്തേൺ ഭാഗത്താണല്ലോ. സോ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് എന്ത് കൂടുതലാണ്? ക്യാൻസർ കൂടുതലാണ്. അതുകൊണ്ട് 66 ഡിഗ്രി ഉത്തരാക്ഷാംശത്തെ വിളിക്കുന്ന പേരെന്ത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ ആണ്, അഥവാ ഉത്തരായന രേഖ. ഓക്കെ, ഇത് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചതാരെ? പ്രിയാമ്പിൾ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ടേംഡ് ആസ് പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് വിളിച്ചത് ആരെ? രാഷ്ട്രീയ ജാതകം. അത് പഠിക്കാനടാ. നമ്മൾ ഈ ജാതകങ്ങളൊക്കെ മുന്നേ തീരുമാനിക്കുന്നുണ്ടല്ലോ, ജാതകങ്ങളൊക്കെ മുമ്പേ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ജാതകം എന്ന് പറയുമ്പോൾ ജാതകം എന്ത് ചെയ്യുന്നു? മുന്നേ തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പോൾ രാഷ്ട്രീയ ജാതകം KM മുൻഷി. രാഷ്ട്രീയ ജാതകം മുമ്പേ തീരുമാനിക്കുന്നു, ജാതകം മുമ്പേ തീരുമാനിക്കുന്നു. സോ രാഷ്ട്രീയ ജാതകം KM മുൻഷി. ഓക്കെ ആണ്, സെറ്റാണ്, പവറാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യമാണ്, ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യം, ഏറ്റവും പഴക്കമുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യം ഏത്? ബ്രിട്ടൻ ആണോ, ഫ്രാൻസ് ആണോ, അമേരിക്കയാണോ, ജപ്പാനാണോ? ഏതാണ്? അമേരിക്കക്കാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടനയുള്ളത്. ഓക്കെ, അതുപോലെ ലോകത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനും ആര് തന്നെയാണ്? അമേരിക്ക തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യം ഏതാണെന്നെങ്കിൽ ഇന്ത്യയാണ്. ഓക്കെ, നമ്മുടെ സ്വന്തം ഭാരതം. ദെൻ അടുത്തത്, നീതി ആയോഗ് രൂപീകരിക്കപ്പെട്ട ദിനം. ദി ഡേ നീതി ആയോഗ് വാസ് ഫോംഡ് എന്നാണ്? 2015 ജനുവരി 1-നാണ്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് രൂപീകരിച്ചത്. ഓക്കെ, സെറ്റാണല്ലോ, പവറാണല്ലോ. ദെൻ അടുത്തതാണ് മക്കളെ, പൗരത്വത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ അന്തിമ അധികാരി ആര്? ഇന്ത്യയിൽ ഒരാൾക്ക് പൗരത്വം കൊടുക്കണോ വേണ്ടേ തീരുമാനിക്കുന്നത് ആര്? ഇന്ത്യയിൽ ഒരാളെ പൗരത്വത്തെ സംബന്ധിച്ച, അതായത് സിറ്റിസൺഷിപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നോക്കാം, ആ പ്രശ്നത്തെ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയല്ല, ആ പ്രശ്നത്തെ പരിഹരിക്കുന്നത് ഹൈക്കോടതിയല്ല, ആ പ്രശ്നത്തെ പരിഹരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണ്, ദി പാർലമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോ പൗരത്വത്തെ സംബന്ധിച്ച്, അതായത് ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പിനെ സംബന്ധിച്ച ഇന്ത്യയിലെ അന്തിമാധികാരി എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണ്. ഓക്കെ ആണ്. ദെൻ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ സവിശേഷ ലക്ഷണമായിട്ടുള്ള രാജ്യം ഏത്? പ്രത്യക്ഷ ജനാധിപത്യ രാജ്യം. ജനാധിപത്യം എന്ന് കാണുമ്പോൾ തന്നെ ഓപ്ഷൻ എ ഇന്ത്യ. ഉത്തരം തെറ്റ്. അപ്പുറത്ത് പ്രത്യക്ഷ ജനാധിപത്യം എന്നുണ്ട്. ഡയറക്റ്റ് ഡെമോക്രസി. എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു പ്രധാനപ്പെട്ട ബില്ല് വരുന്നു, ആ ബില്ലിന് വോട്ട് ചെയ്യുന്നത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ജനാധിപത്യ രീതിയെ പറയുന്ന പേരാണ് എന്ത്? പ്രത്യക്ഷ ജനാധിപത്യം. ഇന്ത്യൻ പാർലമെന്റിൽ എന്തെങ്കിലും ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പോയി വോട്ട് ചെയ്യലുണ്ടോ? ഇല്ലല്ലോ, ഇല്ല, നമ്മൾ ആരും വോട്ട് ചെയ്യലില്ല. പക്ഷേ നമ്മൾ വോട്ട് ചെയ്ത ആൾക്കാർ, തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സ് ഇല്ലേ, പാർലമെന്റ് MP-മാര്, അവരാണ് എന്ത് ചെയ്യാം, എലക്ട് ചെയ്യുക ആ ബില്ല് വേണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബില്ല് വന്നാൽ, ഒരു പ്രധാനപ്പെട്ട നിയമം പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും നേരിട്ട് പോയി വോട്ട് ചെയ്യുന്ന രീതിയെ പറഞ്ഞ പേരാണ് പ്രത്യക്ഷ ജനാധിപത്യം. ഇന്ത്യയിൽ ആ മാർഗമാണോ ഉള്ളത്? അല്ലല്ലോ, ഇന്ത്യയിൽ ഇൻഡയറക്റ്റ് ജനാധിപത്യം ഉള്ളത്. ഓക്കെ, അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യം ഉള്ള രാജ്യത്തിന്റെ പേരാണ് സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിൽ ഒരു പ്രധാനപ്പെട്ട നിയമം വരികയാണ്. ആ നിയമത്തെ അനുകൂലിക്കാൻ, ആ നിയമം വരണോ വരണ്ടോ തീരുമാനിക്കാൻ ആ രാജ്യത്തെ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ നേരിട്ട് പോയി വോട്ട് ചെയ്യുന്നു.
സാധനം മനസ്സിലായല്ലോ. കത്തി എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തൊഴിൽ ചെയ്യുവാനുള്ള അവകാശം ഇന്ത്യയിൽ എന്താ? ഇൻ ഇന്ത്യ റൈറ്റ് ടു വർക്ക് ഈസ് എന്ത് സാധനം? നിർദ്ദേശക തത്വമാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ് ഇന്ത്യയിൽ തൊഴിൽ ചെയ്യാനുള്ള അവകാശം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ തൊഴിൽ ചെയ്യാനുള്ള അവകാശം എന്താണ്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർദ്ദേശക തത്വമാണ് അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അടുത്ത ചോദ്യം. സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിലിൽ വേണ്ടുന്ന ചുരുങ്ങിയ അംഗസംഖ്യ എത്ര? ദി മിനിമം സ്ട്രെങ്ത് ഓഫ് എ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഈസ് ഫിക്സ്ഡ് ആസ് എത്ര നമ്പറാ? ഒരു നിയമനിർമ്മാണ കൗൺസിലിൽ ഏറ്റവും മിനിമം 40 പേര് വേണം. ഓക്കെ, 40 പേരാണ് ഒരു സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിലിൽ വേണ്ടുന്ന ചുരുങ്ങിയ അംഗസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മാറുമോ? ഇല്ലല്ലോ. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ദെൻ സെറ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യമാണ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുടെ ഔദ്യോഗിക കാലാവധി എത്ര? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുടെ ഔദ്യോഗിക കാലാവധി എത്ര? ജഡ്ജിയുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 വർഷമാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി എവിടെയാണ്? ഹേഗിലാണ്. നീതിന്യായ കോടതിയിൽ ഒരാൾ ജഡ്ജിയായി വരുന്നു, അയാൾക്ക് 9 കൊല്ലം എന്ത് ചെയ്യാം? ആ കസാലയിൽ ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, സെറ്റാണല്ലോ? ഓക്കെ ആണ്. ദെൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുന്നു. ഒരു ബിൽ ധനബില്ല് ആണോ പെണ്ണോ എന്ന് ഒരു ബില്ല് ധനബില്ല് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഈ ഒരു തരത്തേക്ക് എല്ലാവർക്കും പറ്റുമല്ലോ. സോറി. ഒരു ബില്ല് ധനബില്ല് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആര്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു ബില്ല് ധനബില്ല് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണോ അതോ ധനകാര്യമന്ത്രിയാണോ വൈസ് പ്രസിഡന്റ് ആണോ അതോ പ്രധാനമന്ത്രിയാണോ? ആരാണ് ഇന്ത്യയിൽ ഒരു ബില്ല് ധനബില്ല് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? ലോക്സഭ സ്പീക്കറാണ്. ദി സ്പീക്കർ ഓഫ് ലോക്സഭ. ഓക്കെ, കിട്ടിയല്ലോ? സെറ്റാണല്ലോ? പവറാണല്ലോ? ദെൻ അടുത്ത ചോദ്യം. ബംഗാൾ വിഭജനം നടന്നതെന്ന് പാർട്ടീഷൻ ഓഫ് ബംഗാൾ വിഭജനം നടന്നത് 1905 ഓക്കെ, അപ്പൊ ബംഗാൾ വിഭജനം നടക്കുന്നത് 1905 ആരാണ് നടത്തുന്നത്? കാഴ്സൺ പ്രഭു ആണ്. 1905 ബംഗാളിനെ 2ആയി വിഭജിച്ച ആളാണ് കാഴ്സൺ പ്രഭു. വർഷമാണ് 1905. ഇനി മറക്കോ? ഇല്ലല്ലോ. 1905 ബംഗാൾ വിഭജനം. 1905 ബംഗാൾ വിഭജനം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ഭൂമിയുടെ മാൻഡിലിന്റെ ആഴം എത്ര? അടുത്ത എക്സാമിന്, ഈ വർഷത്തെ നിങ്ങളെ NMOSന്റെ എക്സാമിന് നിർബന്ധമായിട്ട് ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞതാ. ഉറപ്പായിട്ടുണ്ടാവും മക്കളെ, നിർബന്ധമായി പഠിക്കണം. പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. അപ്പോ ഭൂമിയുടെ മാൻഡിലിന്റെ ആഴം എത്ര? 2900 കിലോമീറ്റർ ആണ്. മാൻഡിലിന്റെ ആഴം എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ. ഓക്കെ ആണ്? സെറ്റാണ്? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ് ഇന്ത്യൻ ഫെഡറേഷൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്? ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ് ഇന്ത്യൻ ഫെഡറേഷൻ രൂപീകരിച്ചിരിക്കുന്നത്? ഏത് രാജ്യത്തിൻ്റെയാ? അത് കാനഡയുടേതാണ്. കാനഡയുടെ മാതൃകയിലാണ് ഇന്ത്യൻ ഫെഡറേഷൻ രൂപീകൃതമായിട്ടുള്ളത്. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. അപ്പോ ഇന്ത്യൻ ഫെഡറേഷൻ രൂപീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ മാതൃകയിലാ? കാനഡയുടെ മാതൃകയിലാണ് ഇന്ത്യൻ ഫെഡറേഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ദെൻ അടുത്തതാണ്, ഉൽക്കകൾ ഘർഷണത്താൽ കത്തിത്തീരുന്നത് ഏത് അന്തരീക്ഷ പാളിയിൽ വെച്ച്? ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ഭൂമിന്റെ താഴത്തേക്കോ അല്ലെങ്കിൽ ഭൂമിന്റെ മേലേക്കോ ഉള്ളൊരു സാധനം നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വർഷത്തെ NMMSന് ചോദിക്കും. 100% ചോദിക്കും. നിർബന്ധമായിട്ട് പഠിച്ചു പോകണം. ഓക്കെ, അപ്പോ ഉൽക്കകൾ ഘർഷണത്താൽ കത്തിത്തീരുന്നത് ഏത് അന്തരീക്ഷ പാളിയിൽ വെച്ചാണ്? ദി മെറ്റീരിയൽ ഗെറ്റ്സ് ബേൺഡ് ഔട്ട് ഡ്യൂ ടു ഫ്രിക്ഷന്റെ ഫലമായിട്ട് ഉൽക്കകൾ കത്തിത്തീരുന്നത് എവിടെ വെച്ചിട്ടാണ്? ട്രോപ്പോസ്ഫിയറിലാണോ, സ്ട്രാറ്റോസ്ഫിയറിലാണോ, മിസോസ്ഫിയറിലാണോ, തെർമോസ്ഫിയറിലാണോ, എക്സോസ്ഫിയറിലാണോ? ഏത് സ്ഫിയറിലാ മക്കളെ? അത് മിസോസ്ഫിയറിലാണ്. ഇതിൻ്റെ
ഓർഡർ പഠിക്കാൻ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്ന് പഠിക്കാൻ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെക്കുക. ട്രൈ സം മീറ്റ് ടുഡേ. ട്രൈ സം മീറ്റ് ടുഡേ. ഇന്ന് ഞാൻ എന്ത് ചെയ്തു? കുറച്ച് ഇറച്ചി തിന്നു, അത്രയേ ഉള്ളൂ. ട്രൈ എന്ന് പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയർ, എസ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ, എം എന്ന് പറഞ്ഞാൽ മിസോസ്ഫിയർ, ടി എന്ന് പറഞ്ഞാൽ ആര്? തെർമോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഒന്ന് സ്കൂളിൽ പറഞ്ഞു നോക്കി. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ട്രൈ സം മീറ്റ് ടുഡേ. ഓക്കെ, സെറ്റ്? ഓക്കെ അല്ലേ? സെറ്റാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ഒരു സംസ്ഥാന ഗവർണർ ആകാൻ വേണ്ട ചുരുങ്ങിയ പ്രായം എത്ര? ചുരുങ്ങിയ പ്രായം മതി. അതിന് മൂപ്പർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ആണെന്നില്ല. ഇന്ത്യയിൽ ആരെ പിടിച്ചും ഗവർണർ ആക്കാം, പ്രശ്നമില്ല. ആരെ പിടിച്ചും പ്രസിഡന്റ് ആക്കാം, അതിനും പ്രശ്നമില്ല. അപ്പോൾ ഒരു ഗവർണർ ആവാൻ വേണ്ട ചുരുങ്ങിയ പ്രായം എത്ര? ഇന്ത്യയിൽ ഒരു സംസ്ഥാന ഗവർണർ ആവാൻ ഒരാൾക്ക് അന്തമല്ല വേണ്ടത്, മിനിമം 35 വയസ്സാവണം. മിനിമം 35 വയസ്സുള്ള ഗവൺമെന്റ് ജോലി ഇല്ലാത്ത ഏതൊരാളെയും എന്താ ചെയ്യാം? ഗവർണറായി നിയമിക്കാം. ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഒരു ഗവർണർ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. വേണ്ട പ്രായം 35 ഓക്കെ ആണ്. പഠിച്ചല്ലോ, സെറ്റാണല്ലോ. ദെൻ അടുത്ത ചോദ്യം. ഏത് മൗലികാവകാശത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ഹെർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചു. ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിളിനെയാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി ആണോ? റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണോ? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണോ? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് ആണോ? ഏതാണ് അത്? കുട്ടികളെ, ഭരണഘടനാ നിവാരണത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32. അപ്പോൾ ആർട്ടിക്കിൾ 32നെയാണ് നമ്മളെ ഡോക്ടർ BR അംബേദ്കർ എന്തെന്ന് വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള, അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിളാണ് മക്കളെ ആർട്ടിക്കിൾ 32. ഓക്കെ ആണ്, സെറ്റാണ്. ദെൻ അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടന എന്നൊക്കെ പറഞ്ഞത്, ഇന്ത്യയിലെ ഏത് സംസ്ഥാന നിയമനിർമ്മാണ സഭയിലും അനുവദിച്ചിട്ടുള്ള പരമാവധി അംഗസംഖ്യ എത്ര? ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ നമ്മൾ നേരത്തെ പഠിച്ചു. എത്രയാ? 40. ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മാക്സിമം എത്ര പേരെ ഉൾക്കൊള്ളിക്കാം, എത്ര പേരെയാണ് സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ അനുവദിച്ചിട്ടുള്ളത്? മക്കളെടാ, അത് 500 പേരെയാണ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയിൽ 500 പേരെന്ത് ചെയ്യാം? മാക്സിമം ഉൾക്കൊള്ളിക്കാം. കേരളത്തിൽ എത്ര പേരാ ഉള്ളത്? കേരള നിയമനിർമ്മാണ സഭയിൽ 140 പേരാ ഉള്ളത്. ദെൻ 500 പേരെ വരെ ആവാം എന്നുള്ളൂ. 500 പേര് നിർബന്ധമല്ല, മാക്സിമം 500 പേര്. ഓക്കെ ആണ്. ദെൻ അടുത്തതാണ്. ശിലകൾക്ക് ഭൗതികമായി ശിഥിലീകരണമോ രാസപരമായി വിഘടനമോ സംഭവിക്കുന്ന പ്രക്രിയയാണ് ദി പ്രോസസ് ഓഫ് ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഓർ കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് റോക്ക് ഈസ് ടേംഡ് ആസ്. ഇതേ വാക്ക് ഒരു വ്യത്യാസം ഇല്ലാതെ നിങ്ങളെ SCERT പുസ്തകത്തിൽ ഒരു കള്ളിയിലുണ്ട്. അത് നോക്കിയാൽ തരും. നിങ്ങളെ പുസ്തകം എടുത്ത് മറിച്ച് നോക്കുക. പുസ്തകം എടുത്ത് മറിക്കണ ഒരാൾക്ക് ഇത് 100% കിട്ടും. ദെൻ ഇതിൻ്റെ ആൻസർ അപക്ഷയാണ്. അതായത് ശിലകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ശിലകൾ ഇല്ലാതാവണേ ഭൗതികപരമായോ രാസപരമായോ, അതായത് കെമിക്കൽ ഡീകമ്പോസിഷനോ ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷനോ സംഭവിച്ചിട്ട് ശിലകൾക്ക് മാറ്റം വരുന്നത്, ശിലകൾ റോക്ക് ഇല്ലാതാവണത്, അതിന് പറഞ്ഞ പേരാണ് എന്ത്? അപക്ഷയം. ക്ഷയം സംഭവിക്കുക. അപക്ഷയത്തിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെതറിങ് ആണ്. വെതറിങ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടോ എന്തോ സാധനമാണ് എന്നൊന്നും വിചാരിക്കേണ്ട. വെതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിലകൾ ഇല്ലാതാവണതിനെ പറഞ്ഞ പേരാണ്, കേടുവരുന്നതിനെ പറഞ്ഞ പേരാണ്. ഓക്കെ, ഇതേ വാക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾ SCERT ഒരു കള്ളിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, എടുത്തു നോക്കിയാൽ മതി. ദെൻ അടുത്ത ചോദ്യം. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആനുപാതിക അളവ് എത്ര? അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആനുപാതിക അളവാണ് മക്കളെ. ഇതല്ലട്ടോ, ഇത് ഏതോ മണഗുണാഞ്ചൻ ഇട്ടതാ, എനിക്ക് ഈ പേപ്പർ കിട്ടിയതുള്ളൂ. 0.037.
0.03 എന്ന് കണ്ടാലും 0.04 എന്ന് കണ്ടാലും 0.04 എന്ന് കണ്ടാലും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആൻസർ എഴുതാം. 0.03 0.037 0.04 ഒക്കെയാണ് അന്തരീക്ഷത്തിലെ എന്തിൻ്റെ അളവ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്. അതിൻ്റെ സംരചന പറഞ്ഞാണ് ഏത് ഓർഡറിലാണ് വരുന്നത്? ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ, സെക്കൻഡ് ഉള്ളത് ഓക്സിജൻ, തേർഡ് ഉള്ളത് ആർഗൺ, ഫോർത്ത് ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു നോ AC. അന്തരീക്ഷത്തിൽ എന്തില്ല? AC ഇല്ല. അന്തരീക്ഷത്തിൽ എന്തില്ല? AC ഇല്ല. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. അതിന്റെ ഓർഡറാണ്. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ, സെക്കൻഡ് ഉള്ളത് ഓക്സിജൻ, തേർഡ് ഉള്ളത് ആർഗൺ, ഫോർത്ത് ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ദെൻ അടുത്തതാണ് രാജ്യസഭയിൽ യോഗം ആരംഭിക്കുവാൻ വേണ്ട ചുരുങ്ങിയ അംഗസംഖ്യ എത്ര? ലോക്സഭയിൽ യോഗം ആരംഭിക്കുവാൻ വേണ്ട ചുരുങ്ങിയ അംഗസംഖ്യ കോറം എന്ന് പറയും. ഈ കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസഭയിലെ കോറം മക്കളെ ഒരു സാധനം ഇങ്ങനെ ഇട്ട് മറ്റേ സാധനം തിരിച്ചിട്ട് എത്ര? 25. അത്രേ ഉള്ളൂ. 25 ആളുണ്ടെങ്കിൽ രാജ്യസഭയിൽ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? ഒരു യോഗം ആരംഭിക്കാൻ പറ്റുള്ളൂ. രാജ്യസഭയിൽ യോഗം വിളിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് 24 ആളെ വന്നെന്നുണ്ടെങ്കിൽ അതിൽ അന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് യോഗം കൂടാൻ പറ്റൂല. കാരണം രാജ്യസഭയിൽ, ഇന്ത്യൻ പാർലമെന്റിലെ രാജ്യസഭയിൽ യോഗം കൂടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം 25 പേര് നിർബന്ധമാണ്. 25 പേരാണ് രാജ്യസഭയിലെ കോറം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും മിനിമം ഒരു യോഗം ആരംഭിക്കാൻ വേണ്ട അംഗങ്ങളുടെ എണ്ണമാണ് കോറം. ഈ രാജ്യസഭയിലെ കോറം എത്രയാ? 25 മക്കളെ. 25 മാറൂലല്ലോ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖകൾ തിരിച്ചറിയുക. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണോ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണോ? ഭൂമധ്യരേഖയും ഉത്തരായന രേഖയുമാണോ? അതോ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ആർട്ടിക് സർക്കിളും ആണോ? ഏതാണ്? ഉത്തരായന രേഖ മാത്രമാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ മാത്രമാണ്. ഓക്കെ, അതറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, റിപ്പീറ്റ് അടിച്ച് വരുന്ന ഭാഗമാണ്. നേരത്തെ കളറിന്റെ സാധനം പറഞ്ഞ മാതിരി മറ്റേ ട്രോപ്പോഗ്രാഫിക് മാപ്പിലെ ഓരോ സയൻസിനെ കുറിച്ച് പറഞ്ഞ മാതിരി, പിന്നെ അതുപോലെ ഭൂമിന്റെ അടിക്കും ഭൂമിന്റെ മാപ്പിട്ടിക്കും ചോദ്യം ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത്? അക്ഷാംശ രേഖാംശയുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും ഒരു ചോദ്യം ഉണ്ടാകും. കണ്ടിട്ട് പോയാൽ മതി, പഠിച്ചിട്ട് പോയാൽ മതി, ഒരു മാർക്ക് കിട്ടും, ഉറപ്പായും കിട്ടും. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. അത് പറഞ്ഞ സമയത്ത് ഞാൻ പറയുന്നു ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഈ നവംബർ 26 ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാ? നവംബർ 26 ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26 ആണ്. ദെൻ അടുത്തത്, ചുവടെ നൽകിയിട്ടുള്ള സവിശേഷതകളിൽ ഏതാണ് കറുപ്പ് നിറത്തിൽ അല്ലാതെ ഭൂപടങ്ങൾ ചിത്രീകരിക്കുന്നത്? ഇതൊക്കെ മാപ്പിന്റെ ചോദ്യം. റിപ്പീറ്റ്. കറുപ്പിൽ അല്ലാത്തത് ഏതാണ്? റോഡാണോ? റെയിലാണോ? ടെലിഫോൺ ലൈനാണോ? ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആണോ? മക്കളെ, ചുവന്ന റോഡ്. ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. റോഡാണ് ചുവപ്പുള്ളത്, ബാക്കിയെല്ലാം ഏതാണ്? കറുപ്പാണ്. റെയിൽ കറുപ്പാണ്, ടെലിഫോൺ ലൈൻ കറുപ്പാണ്, ലാറ്റിറ്റ്യൂഡ് കറുപ്പാണ്, ലോഞ്ചിറ്റ്യൂഡ് കറുപ്പാണ്. കറുപ്പല്ലാത്തത് റോഡാണ്. ചുവന്ന റോഡ്. ഓക്കെ, സെറ്റ് ആണല്ലോ. ദെൻ നമുക്ക് അടുത്ത ചോദ്യം. ഇതൊക്കെ റിപ്പീറ്റ് അടിച്ച് വരുന്നത് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ബോധ്യമായല്ലോ. ഇത് NMMSന്റെ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്, ഞാൻ ഉണ്ടാക്കിയ ചോദ്യമല്ല. ഒരു ചോദ്യം പോലും ഞാൻ ഇട്ടിട്ടുമില്ല. ഓക്കെ, ദെൻ അടുത്തത്, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലത്താ? അതൊരു പുതിയ ചോദ്യമായിരിക്കുമല്ലേ, പക്ഷേ ഇനി ഇവിടെ നാട്ടിലുള്ള കുറേ ചോദ്യത്തിൽ അത് കാണാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലഘട്ടത്തിന്റെ പേരാണ് പ്രിയപ്പെട്ട മക്കളെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം. രാഷ്ട്രമീമാംസയുടെ പിതാവ് ആരാ? ഇത് അരിസ്റ്റോട്ടിലാണ്. രാഷ്ട്രമീമാംസയുടെ പിതാവ് അരിസ്റ്റോട്ടിലാണ്.
മാംസം ഉണ്ടല്ലോ, രാഷ്ട്രമീയ മാംസ, അത് പൊളിറ്റിക്കൽ സയൻസ് ആണ്, ഇംഗ്ലീഷുകാർക്ക് ഇത് കാണിച്ചാൽ പറ്റില്ല. മാംസം ഉണ്ടല്ലോ, മാംസം എന്ത് ചെയ്യും? അരിയൊക്കെ ഇട്ടിട്ട് വെക്കൂലേ, മാംസത്തിൽ അരിയും കൂടെ കൂട്ടി കലത്തിട്ട് ബിരിയാണി ആയിട്ട് കഴിക്കൂലേ, വെട്ടി മുണുങ്ങൂലേ, കഴിക്കുമല്ലോ. ദെൻ മാംസം എന്ത് ചെയ്യും? അരിമ്പാടെ കൂട്ടി വെച്ചിട്ട് ബിരിയാണി ആയിട്ട് കഴിക്കും. അപ്പോൾ രാഷ്ട്രമീയ മാംസയുടെ പിതാവ് അരിസ്റ്റോട്ടിൽ. മാംസം അരി, അരി മാംസം. ഓക്കെ, സെറ്റാണല്ലോ, പവർ ആണല്ലോ. ദെൻ ഹൂയിസ് അത് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. സെറ്റാണല്ലോ, കിട്ടിയല്ലോ. ദെൻ അടുത്താണ് രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ രാമകൃഷ്ണ പരമഹംസൻ. മണ്ടകുന്നാൻ തരും, അത്രേ ഉള്ളൂ. ഇത് പറഞ്ഞ് കഴിഞ്ഞ വഴിയാണ് പറഞ്ഞു പഠിച്ചതാണ്. രാമനും കൃഷ്ണനും ഭയങ്കര വിവേകമുള്ള മനുഷ്യന്മാരായിരുന്നു അല്ലേ? രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ ആരാ? സ്വാമി വിവേകാനന്ദനാണ്. രാമനും കൃഷ്ണനും വിവേകമുള്ള ആൾക്കാരായിരുന്നു. സോ രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകരാണ് പ്രിയപ്പെട്ട മക്കളെ വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഇതൊക്കെ റിപ്പീറ്റ് അടിച്ചു വരിക നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യമല്ലോ, സെറ്റായില്ലേ? ദെൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുന്നു. ധരാതലീയ ഭൂപടങ്ങൾ ഏതുതരം ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്? ധരാതലീയ ഭൂപടങ്ങളിൽ ഫിസിക്കൽ സാധനങ്ങൾ ഉൾപ്പെടും, കൾച്ചറൽ സാധനങ്ങൾ ഉൾപ്പെടും. ദെൻ ധരാതലീയ ഭൂപടങ്ങൾ ചെറിയ പ്രദേശത്തിൻ്റെ വലിയ സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മാപ്പാണ്. ചെറിയ ഏരിയയുടെ വലിയ സാധനങ്ങൾ, വലിയ സയൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മാപ്പുകൾക്ക് പറഞ്ഞ പേരാണെന്ത്? ധരാതലീയ ഭൂപടം. അപ്പോൾ വലിയ തോതുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭൂപടം ആയതുകൊണ്ട് വലിയ തോത് ഭൂപടമാണ് ഏത്? ധരാതലീയ ഭൂപടം. ചെറിയ പ്രദേശത്തിന്റെ വലിയ അളവുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയ അറിവുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മാപ്പാണ് ധരാതലീയ ഭൂപടം അഥവാ ട്രോപ്പോഗ്രാഫിക്കൽ മാപ്പ്. അതുകൊണ്ട് വലിയ തോത് ഭൂപടമാണ് പ്രിയപ്പെട്ട മക്കളെ ട്രോപ്പോഗ്രാഫിക് മാപ്പ്. അപ്പോ ധരാതലീയ ഭൂപടം ഏതുതരം ഭൂപടങ്ങളാടാ? വലിയ തോത് ഭൂപടമാണ്. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം ആരംഭിച്ചത് എന്നാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫസ്റ്റ് മീറ്റിംഗ് എന്നാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് 1946 ഡിസംബർ 9 ഡിസംബർ 6 ഓപ്ഷൻ ലിയാലുണ്ട്, കൊണ്ടായി കുത്താൻ നിൽക്കണ്ട. ഡിസംബർ 6 എന്താണെന്നുള്ള അപ്പൊ പറഞ്ഞാ. ഡിസംബർ 6 സമിതി രൂപീകരിച്ചത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോംഡ് ആണ് ചോദ്യം എന്നുണ്ടെങ്കിൽ ഡിസംബർ 6. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോംഡ് ആണെങ്കിൽ ഡിസംബർ 6. അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് സമ്മേളനമാണെന്നുണ്ടെങ്കിൽ എന്നാണ്? ഡിസംബർ 9. എന്നാൽ ഇദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഡിസംബർ 11 ആണോ? അല്ലല്ലോ, അല്ല. ഡിസംബർ 11 അതിൻ്റെ സ്ഥിരം പ്രസിഡന്റായിട്ട് രാജേന്ദ്ര പ്രസാദിനെ നിയമിക്കുകയാണ് ചെയ്യുന്നത്. രാജേന്ദ്ര പ്രസാദിനെ 11 നിയമിച്ചു. 13 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഓക്കെ, സെറ്റാണല്ലോ, തലേ കയറിയല്ലോ, ഓക്കെ ആണ്. ദെൻ അടുത്തതാണ് ഇന്ത്യൻ പാർലമെന്റിലെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭ ഉണ്ട്, രാജ്യസഭ ഉണ്ട്. ലോക്സഭയും രാജ്യസഭയും ഓരോരുത്തർ വരുമ്പോൾ പ്രസിഡന്റ് ആണോ കയറി അധ്യക്ഷം വഹിക്കുക? അല്ലല്ലോ, ആണോ? അല്ല. ആരെന്നെയാണ്? ലോക്സഭാ സ്പീക്കറാണ്. അപ്പോൾ ലോക്സഭാ സ്പീക്കർ ഓഫ് ലോക്സഭയാണ് ഇന്ത്യൻ പാർലമെന്റിലെ രണ്ട് സഭകളും ഒരുമിച്ച് കൂടുന്ന സമയത്ത് അതിന് അധ്യക്ഷം വഹിക്കല്. ഓക്കെ, അത് മാറിപ്പോരുതേ. പഠിക്കണേ. ലോക്സഭാ സ്പീക്കറാണ് ഇന്ത്യൻ പാർലമെന്റിലെ 2 ടീമുമാട് കൂടുമ്പോൾ അതിന്റെ സംയുക്ത സമ്മേളനത്തില് ജോയിന്റ് സിറ്റിംഗില് അധ്യക്ഷം വഹിക്കല്. മറക്കരുതേ. ലോക്സഭാ സ്പീക്കറാണ്. ആരല്ല? പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ അല്ല. അടുത്ത ചോദ്യം മുതലേ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പാർട്ടിൽ ചെയ്യാം. കാരണം നിങ്ങൾ ഇങ്ങനെ ബോറടിക്കുന്നുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്കും തന്നെ ചെറുതായിട്ട് ഇങ്ങനെ വിശപ്പ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഒരു പാർട്ടും പാടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ ബൈ.